വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, MSFൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റേ അറ്റ് ഹോം സ്റ്റഡി അറ്റ് ഹോം ഇന്ന് +2 കൊമേഴ്സ് വിഷയത്തിലെ ബിസിനസ് സ്റ്റഡീസിലാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ട അധ്യാപകൻ സഫറുദ്ദീൻ സാറാണ് ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. MCOM സെറ്റും നന്ദിയും കടപ്പാട് ജില്ലാ കമ്മിറ്റി അറിയിക്കുകയാണ്. ജില്ലാ MSFൻ്റെ പല പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട നവാഫിൻ്റെ ഒരുപാട് നല്ല സഹായങ്ങളുണ്ട്. ഈ പദ്ധതിക്ക് സ്റ്റേ അറ്റ് ഹോം സ്റ്റഡി അറ്റ് ഹോം എന്ന ഈ പദ്ധതി MSFൻ്റെ 2 ആളുകൾക്കാണ് പ്രധാനമായും MSFൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് നന്ദി പറയാനുള്ളത്. ഒന്ന് പ്രിയപ്പെട്ട ഇക്ബാലാണ് കാവനൂർ, മറ്റൊന്ന് നവാഫാണ്. കാരണം ഞങ്ങൾ ഏത് പ്രതിസന്ധി സമയത്തും ഏറ്റവും നല്ല മികച്ച അധ്യാപകരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ദൗത്യമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിലേക്കുള്ള വഴികളായി ഇവർ ഞങ്ങൾക്ക് വേണ്ട ജിയോഗ്രഫിയിലൊക്കെ നല്ല അധ്യാപകരെ തന്നത് പ്രിയപ്പെട്ട നവാഫും അതുപോലെ തന്നെ ജംഷിയൊക്കെയാണ്. ഇന്നും നമ്മൾക്ക് അധ്യാപകരെ അറേഞ്ച് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. MSFൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ ഇത്രയും ദിവസം നിങ്ങൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്ലാസ് SSLC ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളിൽ യൂട്യൂബിലുണ്ട്. MSFൻ്റെ ലിങ്ക് നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. ആ ലിങ്ക് കയറി പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ മക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്ത് പരീക്ഷ കഴിയുന്നത് വരെ ആവർത്തിച്ച് അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവരെ ഒരു പരീക്ഷയിലേക്ക് കൃത്യമായി തയ്യാറാക്കുന്ന രീതിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ആളുകളെയും എത്തിക്കണമെന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അത് കഴിഞ്ഞ് +1ൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്, +2ൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളതിനെ ഏറ്റെടുക്കുക, നിങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഫറുദ്ദീൻ സാറിന് മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിയുടെ ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. +2 കൊമേഴ്സ് വിഷയത്തിലെ ബിസിനസ് സ്റ്റഡീസിലാണ് ഇന്ന് ക്ലാസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാകും അധ്യാപകന്മാർ, അതിൻ്റെ ആ നോട്ട്ബുക്കുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇരുത്തി പുറമെ നിങ്ങൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അധ്യാപകൻ ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എഴുതിയെടുത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്നും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് MSFൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ യൂട്യൂബ് പേജിൽ പിന്നീട് ഉണ്ടാകും, MSFൻ്റെ ജില്ലാ ഫേസ്ബുക്ക് പേജിലും ഉണ്ടാകും. അതുകൊണ്ട് അത് നിങ്ങൾ വീണ്ടും കണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. നന്നായി പഠിച്ച് നിങ്ങൾ നല്ല മാർക്കോട് കൂടി പാസ്സാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഫറുദ്ദീൻ സാറെ, ഇന്നത്തെ +2 കൊമേഴ്സ് വിഷയത്തിലെ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് എടുക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.
Good evening, dear students. MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്റ്റേ അറ്റ് ഹോം സ്റ്റഡി അറ്റ് ഹോം എന്ന് പറയുന്ന ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ തരത്തിലുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ SSLCയുടെയും പ്ലസ് ടുയുടെയൊക്കെ ഇതര സബ്ജക്റ്റുകളിലുള്ള ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞു. വളരെ സന്തോഷം. അതൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു. ഇന്ന് പ്ലസ് ടു കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. എസ്പെഷ്യലി കൊമേഴ്സ് സ്റ്റുഡൻസിന് അറിയാം, ബിസിനസ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് ബിസിനസ് എന്ന് പറയാം. ഏകദേശം 13 ചാപ്റ്ററാണ് ബിസിനസ് സ്റ്റഡീസിലുള്ളത്. മാത്രമല്ല കംപ്ലീറ്റ്ലി തിയറിയാണ് സബ്ജക്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഒത്തിരി പ്രയാസവും എന്നാൽ നല്ല പെട്ടെന്ന് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായി അത്ര മാർക്കുകൾ വേണമെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് കൂടിയാണ് ബിസിനസ് സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നത്തെ ക്ലാസ്സിനെ ഉപകാരപ്രദമാക്കണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നേരത്തെ സംസാരിച്ച ജില്ലാ സെക്രട്ടറി കബീർ സാഹിബ് സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട്സ്, നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത് വെച്ച സ്റ്റഡി നോട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് ദയവ് ചെയ്ത് യൂട്യൂബിൻ്റെ ചാനലിന് മുന്നിൽ വന്നിരിക്കുക. വളരെ ഫസ്റ്റ് ആയിക്കൊണ്ട്, വളരെ ക്രിയേറ്റീവായിട്ട് ക്യാപ്സ്യൂൾ ആയിക്കൊണ്ട് ഓരോ ഹെഡിനെയും ഓരോ ടോപ്പിക്കിനെയും നമുക്ക് കവർ ചെയ്ത് പോകണം. മൊത്തം ഞാൻ പറഞ്ഞു 13 ചാപ്റ്റേഴ്സാണ് നമുക്ക് ബിസിനസ്സിലുള്ളത്. അതിനെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇനി എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴും എങ്ങനെ മൊഡ്യൂൾ ചെയ്യാം, എങ്ങനെ അതിനെ പാർട്ടീഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് ആദ്യം ഐഡിയ തരുന്നു. മൊത്തം 13 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സാം വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റിംഗ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ സ്റ്റാഫിംഗ്. ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ട് ഏകദേശം 39-40 മാർക്കിനുള്ള ഏകദേശം പകുതി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പഠിക്കുമ്പോൾ ആദ്യം തന്നെ ലെങ്തിയാണ് ചാപ്റ്റേഴ്സ് കുറച്ചൊക്കെ, ആ ചാപ്റ്റേഴ്സ് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ചാപ്റ്ററാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, എസ്പെഷ്യലി വിദ്യാർത്ഥികളോട് ഇനി പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടില്ല, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അമാന്തിച്ചു നിൽക്കരുത്. നിങ്ങളുടെ സമയമാണ്, ഉപയോഗപ്പെടുത്തുക. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1-2 എൻ്റെ സ്റ്റുഡൻസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് സാറേ ക്ലാസ് എക്സാം നോട്ടിഫൈ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ തന്നെ ക്ലാസ് എന്നൊക്കെയാണ് പറഞ്ഞത്. തൽക്കാലം അത്തരത്തിലുള്ള മടികളൊക്കെ മാറ്റിവെക്കുക. വരാം, നമുക്ക് ഉള്ള സമയം കൊണ്ട് പരമാവധി ഏരിയകൾ കവർ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എന്നിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമുണ്ട്. നിങ്ങളുടെ കോപ്പറേഷന് കൂടിയാണ്. സോ മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് എന്ന് നമുക്കറിയാം. എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുവരെ ജീവിതത്തിൽ പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒരു സാധനം പർച്ചേസ് ചെയ്യാത്ത ഒരാൾ പോലും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഓൺലൈൻ മാർക്കറ്റിങ്ങും മറ്റെല്ലാ ഓഫ്ലൈൻ മാർക്കറ്റുകളൊക്കെ വളരെ സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ ഒരു തരത്തിൽ എന്തിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക? ക്രിയേറ്റീവായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മാർക്കറ്റിംഗ് പഴയ കാലത്ത് ഒരു പ്ലേസ്, അവിടെയാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ പോയിട്ട് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുക, തിരിച്ചു വരിക എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ലോകത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് മാത്രമല്ല, ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് വരെ മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മാത്രമല്ല പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഫങ്ഷൻ, മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻ അവസാനിക്കുന്നുമില്ല. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ ദി പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് കണ്ടിന്യൂയിങ് ആഫ്റ്റർ ദി സെയിൽ ഓഫ് ദി പ്രൊഡക്റ്റ് എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. Then marketing is the performance of business activities that direct the flow of goods and services through producers to consumer or users. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ കമ്പനിയും പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് പോലും. അപ്പോൾ ആദ്യം അവർ കസ്റ്റമേഴ്സിനിടയിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സീക്കിംഗ് നടത്തുന്നു. അതിൻ്റെ ബേസിൽ കസ്റ്റമർക്ക് ഏറ്റവും സ്യൂട്ടബിളായ തരത്തിലുള്ള പ്രൊഡക്റ്റിനെയാണ് അവർ മനസ്സിലാക്കുന്നത്. കസ്റ്റമേഴ്സ് പറയാണ്, ഇപ്പോൾ നമ്മളൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എത്രയാണ് വേണ്ടത് എന്ന് ചിലപ്പോൾ നമുക്ക് ആശയം ഉണ്ടാവും. അപ്പോൾ 64 GB, ഇപ്പോൾ 124 GB, ഇനി 248, ഇങ്ങനെ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ കസ്റ്റമർ ഫീഡ്ബാക്കുകളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിലൊക്കെ അപ്ഡേഷൻ വരുന്നതൊക്കെ കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ബേസിലാണ്. അങ്ങനെ കസ്റ്റമറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത് പോലും. സോ അവിടെ
മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് തന്നെ ഫസ്റ്റ് ഫീച്ചേഴ്സ് പറയുന്നത് നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. ദ മാർക്കറ്റിംഗ് പ്രോസസ് ഹെൽപ്സ് പീപ്പിൾ ഇൻ ഗെറ്റിംഗ് വാട്ട് ദ നീഡ് ഓർ വാണ്ട്. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ നീഡ് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ, അയാളുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, അയാൾ ആ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ക്രിയേറ്റ് എ മാർക്കറ്റ് ഓഫറിങ്. അങ്ങനെ അവരുടെ നീഡ് ആൻഡ് വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഓഫറിങ് ഉണ്ടാക്കുന്നു. ദെൻ അവരുടെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ, ആർക്കൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത്, ആർക്ക് വേണം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ കസ്റ്റമർ വാല്യൂ, കസ്റ്റമറുടെ ബൈയിങ് ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ട് കസ്റ്റമർ വാല്യൂ ചെയ്യുന്നു. ദെൻ എക്സ്ചേഞ്ച് മെക്കാനിസം, ഒരു ബയ്യർ സെല്ലർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. അവിടെ ഒരു ടേം നമ്മൾ ശ്രദ്ധിക്കുക. ഇതുവരെ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നത് കാവിയേറ്റ് എംപ്റ്റർ എന്നതായിരുന്നു, ബയ്യർ ബിവയർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ മാർക്കറ്റിങ്ങിൽ കാവിയേറ്റ് വെൻഡിറ്റർ എന്നതാണ് നമ്മൾ പറയാറുള്ളത്. സെല്ലർ ബിവെയർ ആണ് പുതിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. വിൽക്കുന്നവനാണ് വാങ്ങുന്നവനേക്കാൾ സൂക്ഷിക്കേണ്ടത്. ബിക്കോസ് എന്തെങ്കിലും പ്രോബ്ലംസ് ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ആ സർവീസിൽ എന്തെങ്കിലും ഹാംഫുൾ ആയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഡേഞ്ചറസോ അല്ലെങ്കിൽ ഹാംഫുൾ ആയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ സെല്ലർ കൂടി റെസ്പോൺസിബിൾ ആണ് എന്നതുകൊണ്ട് തന്നെ സെല്ലർ കാവിയേറ്റ് വെൻഡിറ്റർ, സെല്ലർ ബിവെയർ എന്ന കൺസെപ്റ്റാണ് പുതിയ മാർക്കറ്റിങ്ങിലുള്ളത്. ദെൻ അവിടെ നമുക്ക് പറയാനുള്ളത്, നെക്സ്റ്റ് പറയാനുള്ളത് മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. നമ്മൾ പറഞ്ഞു സെല്ലിംഗ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ബ്രോഡായ, വളരെ വൈഡായ ഒരു കൺസെപ്റ്റാണ്. സെല്ലിംഗ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചെറിയ കൺസെപ്റ്റാണ്, അതിലുള്ള ഒരു പാർട്ട് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് സെല്ലിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ ആ സാധനത്തിൻ്റെ പൊസഷൻ അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ടൈറ്റിൽ മാറിക്കൊടുക്കുന്നു. എന്നാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിങ്ങിൻ്റെ ഫോക്കസ്. അച്ചീവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റിനെ അഡ്വൻറ്റേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ സെയിൽസിനെ ഇൻക്രീസ് ചെയ്യിക്കലും പ്രോഫിറ്റ് കൂട്ടലുമാണ് സെയിൽസിൻ്റെ ലക്ഷ്യമെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ഇൻക്രീസ് ചെയ്യിക്കലാണ് മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റി സ്റ്റാർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഫോർ ദി മാർക്കറ്റ് പ്രൊഡക്ഷൻ്റെ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സെയിൽസ് എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് പ്രൊഡക്ഷന് ശേഷമാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്, ചിലപ്പോൾ SA 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ശ്രദ്ധിക്കുക, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഈ ചാപ്റ്ററിൽ നിന്ന് SA ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ പോയിൻ്റ് ഔട്ട് ഗാദറിംഗ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ. Marketer is to gather and analyze market information to identify the needs of customers and take valuable decisions and make analysis of the opportunities, threats, strength and weakness of the firm. വളരെ കൃത്യമാണ് ഗാദറിംഗ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു മാർക്കറ്റർ മാർക്കറ്റിൽ ചെന്നുകൊണ്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഇനി വേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ സൈസ്, അതിൻ്റെ മറ്റു ഫീച്ചേഴ്സ്, ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് ഫംഗ്ഷൻ പറയുന്നത് മാർക്കറ്റിംഗ് പ്ലാനിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഓഫ് എ മാർക്കറ്റർ ഈസ് ടു ഡെവലപ്പ് മാർക്കറ്റിംഗ് പ്ലാൻസ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ മാർക്കറ്റിംഗ് ലക്ഷ്യത്തിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു മാർക്കറ്റിംഗ് പ്ലാനിംഗ് ഉണ്ടാക്കുന്നു. അതിനും ശേഷമാണ് നമ്മൾ പറയുന്ന നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഡിസൈൻ ചെയ്യുന്നത്. സോ തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവിടെയാണ് നേരത്തെ കസ്റ്റമേഴ്സിൽ നിന്നും മാർക്കറ്റിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ചെയ്യുന്നതും ആ ഡിസൈനിൻ്റെ ബേസിൽ പ്രൊഡക്ഷൻ നടക്കുന്നതും അതിനുശേഷമാണ്. ദെൻ പ്രൊഡക്ഷൻ നടന്നു, അതിനുശേഷം സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. ഫോർത്ത് ഫംഗ്ഷൻ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് ആണ്. സ്റ്റാൻഡർഡൈസേഷൻ സിംപ്ലി റെഫേഴ്സ് ടു പ്രീ ഡിറ്റർമൈൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് സച്ച് ആസ് ക്വാളിറ്റി, പ്രൈസ്, പാക്കേജിംഗ് എക്സെട്ര വിച്ച് എൻഷുവേഴ്സ് ദി യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. സ്റ്റാൻഡർഡൈസേഷൻ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. മേ ബി അതിൻ്റെ ക്വാളിറ്റിയുടെ ബേസിലാണ്, പ്രൈസിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ പാക്കേജിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ നടന്നത്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഈസ് ദി പ്രോസസ്
പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് പ്രൊഡക്ട്സ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓൺ ദി ബേസിസ് ഓഫ് സം സച്ച് ക്വാളിറ്റി, വെയ്റ്റ്, സൈസ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രൊഡക്റ്റിനെ ഗ്രേഡായിട്ട് തരംതിരിക്കുകയും ചെയ്യുന്നു. ഇതും കഴിഞ്ഞാൽ പ്രൊഡക്ഷന് കഴിഞ്ഞു, അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും ഗ്രേഡിങ്ങും കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കേജിങ് ആൻഡ് ലാബലിംഗ് ആണ്. പാക്കേജിങ് നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ എന്ന് പാക്കേജിങ്ങിനെ പറയാറുണ്ട്, ഒരു സൈലൻറ്റ് അംബാസിഡർ എന്നൊക്കെ പാക്കേജിങ് നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പാക്കേജിങ് നമ്മളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കിൻഡർ ജോയ്, നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാറുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ പാക്കേജിങ്ങും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെയാണ് നമ്മളെ കൂടുതൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലേക്ക് പ്രേരിപ്പിക്കാറുള്ളത്. എന്നപോലെ തന്നെ അട്രാക്റ്റീവ് കളറുകളിലുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോണ്ടുകളിലുള്ള പാക്കിംഗ് ഒക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മൾ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് പാക്കേജിങ്ങിനെ നമ്മൾ സൈലൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയാറുണ്ട്, ഓർത്ത് വെക്കണം. ദെൻ ലാബലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് അതിൻ്റെ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് ക്വാളിറ്റി, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പ്രൈസ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, ഡേറ്റ് ഓഫ് എക്സ്പയറി, സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഫോർമേറ്റീവായ സാധനത്തിനാണ് നമ്മളെന്ന് പറയുന്നത് ലാബലിംഗ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ബ്രാൻഡിങ്. പുതിയ തലമുറയോട് ബ്രാൻഡ് എന്താണ് എന്ന് പറയേണ്ടതില്ല. ഒരു പേന വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങുമ്പോഴൊക്കെ ബ്രാൻഡ് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ആ ബ്രാൻഡ് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. സോ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗിവിങ് എ നെയിം ഓർ സിമ്പിൾ ടു എ പ്രൊഡക്റ്റ് ഫോർ ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ഇറ്റ് ഫ്രം ദി പ്രൊഡക്ട്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. പൊതുവേ ഇപ്പോൾ നമ്മളൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ആ പ്രൊഡക്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ചോദിക്കും, അലൻ സോളിയുടെ ഷർട്ട് ഏതാണ്, അല്ലെങ്കിൽ ലൂയിസ് ഫിലിപ്പയുടെ ഷർട്ട് ഏതാണ്. ഇങ്ങനെ നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സിനിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാൻഡിങ് നടത്തുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ബ്രാൻഡിങ്ങിനെ തേടിക്കൊണ്ട് കസ്റ്റമേഴ്സ് തിരിച്ചു വരാറുണ്ട്. അതിനാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ദെൻ കസ്റ്റമർ സപ്പോർട്ട് സർവീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് നടന്നു കഴിഞ്ഞാലും കസ്റ്റമറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കസ്റ്റമർ കെയർ സർവീസുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട്, അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻസിന്, അല്ലെങ്കിൽ സർവീസ് മെയിൻ്റനൻസ്, ടെക്നിക്കൽ സർവീസസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഫ്റ്റർ സെയിൽ സർവീസസിനെയാണ് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസിങ് ഓഫ് ദി പ്രൊഡക്റ്റ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മണി വിച്ച് എ കസ്റ്റമർ ടു പേ ഫോർ അക്വയറിംഗ് ദി പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമർ എന്താണോ പേ ചെയ്യുന്നത് ആ മണി വാല്യൂവിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ആ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാവും. അതിനാണ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കമ്പനിക്ക് പ്രിഫർ ചെയ്യാം ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. അഡ്വർടൈസിംഗ് ആണോ, പേഴ്സണൽ സെല്ലിംഗ് ആണോ, പബ്ലിസിറ്റി ആണോ, അല്ലെങ്കിൽ എല്ലാ സെയിൽസ് ആൻഡ് പ്രൊമോഷൻസ് ആണോ, ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആ കമ്പനിക്ക് പ്രിഫർ ചെയ്യാം. ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ആ പ്രൊഡക്റ്റ് എത്താനുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ, ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദി ഗുഡ്സ്. ആ സാധനം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് കൺസ്യൂമറുടെ അല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിലേക്ക് ഫിസിക്കലി മൂവ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ദെൻ സ്റ്റോറേജ് ഓർ വെയർ ഹൗസിങ്. ഈ സാധനങ്ങളെ യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ്. ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഹെഡിങ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. 8 മാർക്കിന് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് ഓർത്തു വെക്കുക. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, മാർക്കറ്റിംഗ് മിക്സ്. നമുക്കറിയാം 4 P's, 4 P'കളാണ് മാർക്കറ്റിംഗ് മിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. 4 P's ഇൻ ദി മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലെ 4 P'കൾ, മാർക്കറ്റിംഗ് മിക്സിലെ 4 P'കൾ എന്നാണ് പറയാറുള്ളത്. ചിലപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഓഡ് 1 ഔട്ട് 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും 3 തരും, ഒന്ന് വേറെ വല്ല പ്യൂപ്പിളോ വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഓഡ് 1 ഔട്ടൊക്കെ ചോദിക്കാറുണ്ട്. 1 വേർഡ് പോലും ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട് എന്നുള്ളതാണ് ഓർത്ത് വെക്കുക. ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡിങ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. 4 P's, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇനി 4നെ നമുക്ക് ഡീറ്റെയിൽ ആയിക്കൊണ്ട് പഠിക്കാം.
പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഗുഡ്സ് ഓർ സർവീസ് ഓർ എനിത്തിങ് വാല്യൂ വിച്ച് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്താണോ സാധനം അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുക. പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈസ് ഈസ് എ എമൗണ്ട് ഓഫ് മണി കസ്റ്റമർ ഷുഡ് പേ ടു ഒബ്റ്റെയിൻ ദി പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമർ എന്താണോ പേ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. പ്ലേസ് ഓർ ഫിസിക്കൽ ഡിസ്കൗണ്ട്സ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് മേക്ക് എ ഫേംസ് പ്രൊഡക്ട്സ് അവൈലബിൾ ടു ടാർഗറ്റ് കസ്റ്റമേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് ആ ഒരു ആക്ടിവിറ്റിയെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊമോഷൻ, ദ ടാസ്ക് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പ്രൊഡക്റ്റ് മെസ്സേജ് ടു ദി പീപ്പിൾ ആൻഡ് പെർസോണിങ് ദം ടു ബൈ ദി പ്രൊഡക്ട്സ് ഈസ് ടേംഡ് ആസ് പ്രൊമോഷൻ. നമുക്കറിയാം കമ്പനി നല്ല മനോഹരമായ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു, അവരുടെ ഷെൽഫിൽ അങ്ങനെ വെച്ചാൽ ഒരു പക്ഷേ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ പബ്ലിക്കിന് അതിൻ്റെ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല എങ്കിൽ സാധനം സെയിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മാത്രമല്ല അവരെ വാങ്ങാൻ വേണ്ടിയിട്ട് പെർസ്യൂഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായ കൺസെപ്റ്റാണ്. ദർ ആർ 2 types ഓഫ് പ്രൊഡക്ട്സ് മെയിൻലി, കൺസ്യൂമർ പ്രൊഡക്ട്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. കൺസ്യൂമർ പ്രൊഡക്റ്റിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഡ്യൂറബിലിറ്റി ബേസിസ് and shopping efforts involved. ഡ്യൂറബിലിറ്റി ബേസിസിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3 ആണ്. നമുക്കിത് പറഞ്ഞതിന് ശേഷം പറയാം. എന്ന പോലെ തന്നെ ഷോപ്പിംഗ് എഫേർട്സിനെയും ക്ലാസിഫൈഡ് ഇൻ ടു 3 ആണ്. സോ നമുക്ക് തിരിച്ചു വരാം. കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റിനെയാണ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുക. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 2 ആയിട്ടാണ്, ഡ്യൂറബിലിറ്റി ബേസിസ് ആൻഡ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്ഡ്. ഡ്യൂറബിലിറ്റി ബേസിസിനെ നമുക്ക് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3 നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. 3 ആയിട്ട് അതിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നു. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് പ്രൊഡക്ട്സ് വിച്ച് ആർ നോർമലി കൺസ്യൂം ഇൻ 1 or few യൂസസ്. നമ്മൾ ഒന്നോ അതിലധികമോ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഡിറ്റർജൻസ്, ഇത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ടാഞ്ചിബിൾ കോമൺ പ്രൊഡക്ട്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സ് വിച്ച് ഹാവ് എ ലോങ് പീരീഡ് ഓഫ് ലൈഫ്. ഫോർ എക്സാമ്പിൾ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, എക്സെട്ര, ഫർണിച്ചർ, കാർ. ലോങ് പീരീഡിലേക്കുള്ള കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നതിനെയാണ് എന്ത് പറയുക, ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ സർവീസസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, കാണാൻ കഴിയാതെ. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറുടെ അയാളുടെ സേവനം അയാളുടെ പ്രൊഡക്റ്റാണ്, ബട്ട് ഇറ്റ് ഈസ് എ സർവീസ്. ഒരു ലോയറുടെ സർവീസാണ്, അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് ഏജൻറ്റ് നമ്മൾ സർവീസാണ്. നമുക്കതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് കിട്ടും, നമ്മൾ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ ഫീലിംഗ് കിട്ടും. ബട്ട് ഇറ്റ് കാൺട്ട് സീൻ, കാണാൻ സാധിക്കില്ല. ഇൻടാഞ്ചിബിൾ നാച്ചുറലുള്ളതിനാണ് നമ്മൾ എന്താ പറയുക, സർവീസസ് എന്ന് പറയുന്നത്. ദെൻ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്ഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺവീനിയൻസ് പ്രൊഡക്ട്സ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഷോപ്പിംഗ് എഫേർട്സിൽ കൺവീനിയൻസ് പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കൂടുതൽ പ്രിഫറൻസ് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പ്രൊഡക്റ്റ് ഉണ്ടാവും. അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കൂടുതൽ റിസ്ക് ഒന്നുമില്ല, കൺവീനിയൻ്റ് ആണ്. കൺവീനിയൻസ് പ്രൊഡക്റ്റ്, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇങ്ങനെ നമ്മുടെ ടേസ്റ്റായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഷോപ്പിംഗ് പ്രൊഡക്ട്സ് എന്നാണ് നമ്മൾ രണ്ടാമത് പറയുന്നത്. ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫർണിച്ചർ, ജ്വല്ലറി, വാഷിംഗ് മെഷീൻ, TV, റെഫ്രിജറേറ്റർ, ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2 or 3 ഔട്ട്ലെറ്റ് ഷോറൂമുകളിലൊക്കെ പോയി ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റിയും അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രിഫർ ഉള്ളൂ. ബിക്കോസ് നമുക്ക് നോൺ ഡ്യൂറബിൾ കുറേ ഡ്യൂറബിളായിട്ട് ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കമ്പാരിസണൊക്കെ നടത്തി കൃത്യമായിട്ട് ഏതാണ് പ്രൊഡക്റ്റ് എന്ന് ഏറ്റവും മോസ്റ്റ് ബെനിഫിറ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഏത് പ്രൊഡക്റ്റാണോ സ്യൂട്ടബിൾ ആവുന്നത് ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഷോപ്പിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, അത് പ്രത്യേകതരമായ പ്രൊഡക്റ്റാണ്. സം ആർട്ട് വർക്ക്സ്, ചില ചിത്രപ്പണികൾ അല്ലെങ്കിൽ കൊത്തുപണികൾ, ചില പെയിൻറ്റിങ്,
പെയിൻറ്റിങ്സ്, ചില ചിത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനം. അതിനൊക്കെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാജാ രവിവർമ്മയുടെ ഏതെങ്കിലുമൊക്കെ നല്ല പെയിൻറ്റിങ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നല്ല ഡിസൈനേഴ്സിൻ്റെ ആർട്ട് വർക്കുകൾ, ആർക്കിടെക്ചേഴ്സിൻ്റെ നല്ല ആർട്ട് വർക്കുകൾ, ഇങ്ങനെ ഇതൊക്കെ വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. വളരെ പൊട്ടൻഷ്യൽ ബയേഴ്സ് വളരെ കുറച്ചായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് അത്ര സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത്. അവിടെ അവർ ഹൈ റിസ്ക് അല്ലെങ്കിൽ ഹൈ പ്രൈസ് പേ ചെയ്യാൻ അവർക്ക് വില്ലിങ് ആവും എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആണ്. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയൽസ്, നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്കുള്ള കൺസെപ്റ്റിലാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഒരു ഇൻഡസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മെറ്റീരിയൽ ആൻഡ് പാർട്സ്. ഇപ്പോൾ ഒരു റോ മെറ്റീരിയലാണ്, ഏതെങ്കിലും വലിയ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ആവശ്യമായ മെറ്റീരിയൽ അല്ലെങ്കിൽ അവിടുത്തെ മെഷീനറീസിൻ്റെ പാർട്സ്. ദെൻ ക്യാപിറ്റൽ ഐറ്റംസ്, ഹ്യൂജ് മെഷീനറീസ് അല്ലെങ്കിൽ ബിൽഡിങ്സ്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ദെൻ സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ്, അവരുടെ സപ്ലൈ ചെയിനുകൾ, അവിടുത്തെ ബിസിനസ് സർവീസസൊക്കെയാണ് പ്രൊഡക്റ്റുമായി ബേസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. ദെൻ രണ്ടാമത്തെ പിയിലേക്ക്, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡിങ്, പാക്കേജിങ് ആൻഡ് ലേബലിംഗ്, രണ്ട് സാധനം കൂടി ഇതിൽ പറയാനുള്ളതാണ്. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഗിവിംഗ് നെയിം ഓർ സിമ്പിൾ ഓർ സൈൻ ടു എ പ്രൊഡക്റ്റ് ഫോർ ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിസ്റ്റിങ്വിഷിങ് ഫ്രം ദി കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ ഒരു ഷർട്ടിൻ്റെ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഒരു ടി വിയുടെ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്. ആ കമ്പനികൾക്കിടയിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം, എങ്ങനെ എടുത്തു കാണിക്കാം, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുന്ന എന്തെങ്കിലും സിമ്പലോ സൈനോ അല്ലെങ്കിൽ ഒരു നെയിമോ എന്തെങ്കിലും കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബ്രാൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റർക്ക് എനേബിൾസ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ ചില കമ്പനികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ചില ഷോറൂമുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങോട്ടേക്ക് ഇന്ന കമ്പനിയുടെ സാധനം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത്. നമ്മൾ അന്വേഷിച്ച് ചെല്ലും. ബിക്കോസ് ഓഫ് നമ്മൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ, ആ ബ്രാൻഡിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ആ കമ്പനിയിലാണ് എന്നുള്ളതുകൊണ്ടാണ്. സോ ആ മാർക്കറ്ററുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനാണ്. ദെൻ അഡ്വർടൈസിങ് ആൻഡ് ഡിസ്പ്ലേ പ്രോഗ്രാംസ്, ആ ബ്രാൻഡിൻ്റെ പേരിൽ അവർ പരസ്യം ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ വല്ല പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും അവർക്ക് സിമ്പിളാണ്. ദെൻ ഡിഫറൻഷ്യൽ പ്രൈസിങ്, ബ്രാൻഡ് ആവുമ്പോൾ ഇന്ന ബ്രാൻഡിൻ്റെ സാധനമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള കോമ്പറ്റീഷനൊക്കെ വ്യത്യസ്തമായ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ സാധിക്കുന്നു. ദെൻ ഈസ് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമുക്കറിയാം, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഐഫോൺ പുതിയ സീരീസൊക്കെ വരുമ്പോൾ അവർക്ക് പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓൾറെഡി മാർക്കറ്റിൽ പേരെടുത്ത് കഴിഞ്ഞ ബ്രാൻഡുകളൊക്കെ ആകുമ്പോൾ അവർക്ക് മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ വളരെ ഈസിയായ ഫംഗ്ഷനാണ്. ഇനി കസ്റ്റമേഴ്സിന് എന്താണ് അഡ്വാൻറ്റേജസ് എന്നാണ്. കസ്റ്റമേഴ്സ് ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അലൻ സോളിയുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ അലൻ സോളിയുടെ ഷർട്ടാണ് എന്നൊക്കെ നമ്മോട് ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ദെൻ എൻഷുവേഴ്സ് ക്വാളിറ്റി. മാത്രമല്ല, നമുക്കറിയാം ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനപ്പുറത്ത് നമ്മൾ പറയുന്ന ഒരു ഇൻഹറൻ്റായ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പൽ കൂടിയാണ് ബ്രാൻഡൊക്കെ യൂസ് ചെയ്യാറുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് സിമ്പലാണ്. ഇത്രയും കാര്യങ്ങളാണ് ബ്രാൻഡുമായിട്ട്. ഇനി ഒരു ബ്രാൻഡ് നെയിമിനുണ്ടാവേണ്ട ക്വാളിറ്റീസൊക്കെ അവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നിരുന്നാലും ബ്രാൻഡ് എന്താണെന്നും ബ്രാൻഡിങ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ദെൻ വളരെ ഷോർട്ടായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഇതൊക്കെയാണ് ബ്രാൻഡ് നെയിമിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ക്വാളിറ്റീസ് പറയുന്നത്. ദെൻ അടുത്തതാണ് പാക്കേജിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാക്കേജിങ് എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ എന്നാണ് നമ്മൾ പാക്കേജിങ്ങിനെ പറയാറുള്ളത്. ബിക്കോസ് പാക്കേജിങ് ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നു മാത്രമല്ല, മനോഹരമായിട്ട് അതിനെ മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. Packaging refers to the activities of designing and producing the containers or wrapper of a product. It plays an important role in the marketing success or failure of product. നല്ല മനോഹരമായ പ്രൊഡക്റ്റാണ്, പക്ഷേ അതിൻ്റെ പാക്കേജിങ് വളരെ മോശമാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫെയിലായി പോകും. നേരെ മറിച്ച് ഇനി മനോഹരമായ പാക്കേജിങ് ഉണ്ടെങ്കിൽ, നമ്മളൊക്കെ ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ പോയി കഴിഞ്ഞാൽ പാക്കേജിങ് കൊണ്ട് മാത്രം ചില പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിപ്പോരാറുണ്ട്, നമ്മൾ വഞ്ചിതരാവാറുണ്ട്. ബിക്കോസ് പാക്കേജിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി കോട്ട് ചെയ്യുന്നു, സൈലൻറ്റ് സെയിൽസ്മാൻ ആണ്. അപ്പോൾ നല്ല ഡിസൈൻ, നല്ല അട്രാക്റ്റീവ് കളർ ബാക്ക്ഗ്രൗണ്ടുകളുള്ള, അട്രാക്റ്റീവ് തീമുകളുള്ള പാക്കേജിങ് സെലക്ട് ചെയ്യണം. പാക്കേജിങ്ങിന് പ്രധാനമായിട്ടും പ്രൈമറി പാക്കേജിങ്, സെക്കൻഡറി പാക്കേജിങ് എന്നുണ്ട്. പ്രൈമറി പാക്കേജ്, ഇപ്പോൾ നമുക്കൊരു ടൂത്ത് പേസ്റ്റ് നമ്മളൊരു വാങ്ങുകയാണെങ്കിൽ അത് ഒരു ട്യൂബ് കണ്ടൻ്റ് ആയിട്ടാണ്, അതിൻ്റെ പ്രൈമറി പാക്കേജിങ് ആണ്. അതിനുശേഷം അതൊരു ബോക്സിലായിരിക്കും ഉണ്ടാവും, അതിനെയാണ് നമ്മൾ സെക്കൻഡറി പാക്കേജിങ് എന്ന് പറയാം. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും
ഡിഫറൻ്റ് ആയിക്കൊണ്ടുള്ള പാക്കേജിങ് കാണാൻ നമുക്ക് സാധിക്കും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പാക്കേജിങ്. എന്തിനാണ് പാക്കേജിങ്ങിൻ്റെ പ്രാധാന്യം? റൈസിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന വേർഡാണ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് നല്ല ഹൈലി പാക്കേജ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്കിനെ വാങ്ങാൻ പറ്റുന്നു. ദെൻ സെൽഫ് സർവീസ് ഔട്ട്ലെറ്റ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അവിടെ ഒരു പക്ഷേ ദർ ഈസ് സ്മോൾ നമ്പർ ഓഫ് സെയിൽസ്മാൻ. അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് ആവശ്യമായ പ്രൊഡക്ട്സൊക്കെ നമ്മുടെ ട്രോളിയിലേക്ക് വലിച്ചിടാറുള്ളത്. അതൊക്കെ ബിക്കോസ് ഓഫ് അതിൻ്റെ പാക്കേജിംഗ് ആണ്. അപ്പോൾ സെൽഫ് സർവീസ് ഔട്ട്ലെറ്റുകളിലൊക്കെ നല്ല പാക്കേജിംഗ് ഉള്ള പ്രൊഡക്റ്റ് വളരെ ഉപകാരമായി. ദെൻ ഇന്നോവേഷണൽ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ പുതിയ പാക്കേജിങ്ങിൽ പുതിയ പുതിയ മോഡലുകളൊക്കെ വരികയാണ്. അപ്പോൾ പുതിയ പാക്കേജിങ് മോഡൽസൊക്കെ നമുക്ക് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻഷ്യൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ തിരിച്ചറിയാൻ കൂടി പാക്കേജിങ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ലാബലിംഗ് ആണ് അടുത്ത ഹെഡ് പറയാനുള്ളത്. ലാബലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ദി ലാബൽ ടു ബി പുട്ട് ഓൺ ദി പാക്കേജ്. ലാബൽ ക്യാരീസ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് ഓർ പ്രൊഡ്യൂസർ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗിവിംഗ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഓൺ ദി പാക്കേജ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലാബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ പാക്കേജിങ് ആ ലാബലിങ്ങിൽ അടങ്ങിയിട്ടുണ്ടാവും. എന്താണ് പ്രൊഡക്റ്റ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, ഡേറ്റ് ഓഫ് എക്സ്പയറി തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ലാബലിങ്ങിലാണ് ഉൾക്കൊള്ളിക്കാറുള്ളത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ലാബലിംഗ്. ഡിസ്ക്രൈബ് ദി പ്രൊഡക്റ്റ് ആൻഡ് സ്പെസിഫൈഡ്സ് കണ്ടൻസ്. ആ പ്രൊഡക്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിൻ്റെ കണ്ടൻസിനെ സ്പെസിഫൈ ചെയ്യുന്നു. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രൊഡക്റ്റിനെ തിരിച്ചറിയുന്നു. ദെൻ ഗ്രേഡിംഗ് ഓഫ് പ്രൊഡക്റ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ഓഫ് പ്രൊഡക്റ്റ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ലോ. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ആ പാക്കേജിങ്ങിൻ്റെ പുറത്തുണ്ടാവും. ഫോർ എക്സാമ്പിൾ സിഗരറ്റ്, ടുബാക്കോ കിൽസ് ക്യാൻസർ, അല്ലെങ്കിൽ ടുബാക്കോ കോസസ് ക്യാൻസർ, അല്ലെങ്കിൽ ടുബാക്കോ കിൽസ്, ഇങ്ങനെയൊക്കെ നിയമപരമായ എന്തെങ്കിലും ഇൻഫർമേഷൻസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിലും പാക്കേജിങ്ങിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ദെൻ അടുത്തതാണ് പ്രൈസിങ്. പ്രൈസ് എന്ന് പറയുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ടത് സെക്കൻഡ് മാർക്കറ്റിംഗ് മിക്സാണ്. പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പ്രൈസാണ്. Price of a product is the amount of money paid by a buyer in consideration of the purchase of a product or service. It is the exchange value of a product in terms of money. Pricing is the function of determining the product value in terms of money before it is offered to customers for sale. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ സെല്ലർക്ക്, വിൽക്കുന്ന ആൾക്ക് നമ്മൾ എന്താണോ മണി വാല്യൂവിൽ കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂവിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ആ പ്രൈസും ചില സമയത്ത് നമ്മളൊക്കെ പ്രൈസ് വലിയ ഹൈ പ്രൈസ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാതെ പോരാറുണ്ട്. ലോ പ്രൈസ് ആകുമ്പോൾ നമുക്ക് തോന്നുന്നത് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പ്രൈസും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ. അതുകൊണ്ട് തന്നെയാണ് അത് സെക്കൻഡ് മാർക്കറ്റിംഗ് മിക്സ് പ്രൈസാണ് എന്ന് പറയാൻ കാരണം. പ്രധാനമായിട്ടും ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രൈസ് ഡിറ്റർമിനേഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തു ചിലവായി, ആ കോസ്റ്റിനെ കവർ ചെയ്യുക പ്ലസ് പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ ശേഷമാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിക്സ് കോസ്റ്റിലാണെങ്കിൽ തന്നെ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റിലുണ്ട്, വേരിയബിൾ കോസ്റ്റുകളുണ്ട്, സെമി വേരിയബിൾ കോസ്റ്റുകളുണ്ട് ഒക്കെ കവർ ചെയ്യുന്ന തരത്തിൽ. ഇനി സെമി വേരിയബിൾ കോസ്റ്റൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ റിസ്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ കമ്മീഷൻ പെയ്ഡ്, സെയിൽസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവുക. അത് സെമി വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ അത്രയും കോസ്റ്റുകൾ, എല്ലാ കോസ്റ്റും, ഫിക്സഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും സെമി വേരിയബിൾ കോസ്റ്റിനെയും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാണുന്നു. ദെൻ ദ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ യൂട്ടിലിറ്റിയും അതിൻ്റെ ഡിമാൻഡും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ടർഫ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നവർക്ക് ഇന്ന് അതിൻ്റെ സപ്ലൈ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞ പ്രൈസ് ആയിരിക്കും നമ്മൾ. അപ്പോൾ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് കൂടി കൺസിഡർ ചെയ്യുന്നു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ദി കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ദി പ്രൈസ് ഫിക്സേഷൻ. പ്രൈസ് ഫിക്സ് ചെയ്യുന്നിടത്ത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിനെ കൂടി നമ്മൾ കെയർ ചെയ്യേണ്ടി വരുന്നു. ദെൻ ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻ. ഇപ്പോൾ ചില പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. എഡിബിൾ ഓയിലായാലും പെട്രോൾ, ഡീസൽ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ
പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ലീഗൽ റെഗുലേഷൻ, നിയമപരമായ ചിലത് ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, ഗവൺമെൻറ് ലീഗൽ റെഗുലേഷൻ. ദെൻ പ്രൈസിങ് ഒബ്ജക്റ്റീവ് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഷോർട്ട് ടൈമിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് പ്രോഫിറ്റബിൾ ആവണോ അതോ ലോങ് ടൈമിലേക്ക് പ്രോഫിറ്റബിൾ ആയാൽ മതിയോ എന്നതൊക്കെയാണ് നമ്മൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഷോർട്ട് ടൈമിലേക്കാണ് ചിലപ്പോൾ നമ്മൾ ഹൈ അല്ലെങ്കിൽ മാക്സിമം പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. ലോങ് ടൈമിലേക്കാണെങ്കിൽ നമ്മൾ ലോ പ്രൈസ് ഫിക്സ് ചെയ്ത് പിന്നെ ഇങ്ങനെ മാർക്കറ്റ് അച്ചീവ് ചെയ്ത് വന്നതിന് ശേഷം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ട്രെൻഡൊക്കെയാണ്. ദെൻ മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പ്ലേസ് ആണ്. പ്ലേസ് ഓർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് അത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അതിൻ്റെ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കാനുള്ളതിനാണ് പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ കോമ്പണൻസ് ഓഫ് പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് ഓർഡർ പ്രോസസ്സിംഗ് ആണ് ഒന്നാമത്തത്. അവിടെ ഓർഡർ എടുക്കുന്നു, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെൻട്രി കൺട്രോൾ, ദെൻ വെയർ ഹൗസിങ്. ഇൻവെൻട്രി കൺട്രോൾ അറിയാൻ പറ്റും, ഏതെങ്കിലും റീറ്റെയിലറോ ഹോൾസെയിലറോ സ്റ്റോക്ക് കുറയാനും പാടില്ല, സ്റ്റോക്ക് കൂടാനും പാടില്ല, കൃത്യമായിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യാനാണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ വെയർ ഹൗസിങ്, ആ പ്രൊഡക്റ്റ് ദീർഘകാലം കീപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ യാതൊരു കേടുപാടുകളും കൂടാതെ അതിനെ വെയർ ഹൗസ് ചെയ്യാൻ പറ്റുന്നതിനാണ് വെയർ ഹൗസിങ് കോമ്പണൻസ് എന്ന് പറയുന്നത്. ദെൻ പ്രധാനമായിട്ടും അവിടെ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടു ചാനൽ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ചാനൽ. ഡയറക്റ്റ് ചാനലിൽ നമുക്കറിയാം ദർ ആർ ഓൺലി 2 പാർട്ടിസിപ്പൻസ്. ഫസ്റ്റ് വൺ മാനുഫാക്ചറർ ആൻഡ് സെക്കൻഡ് വൺ കസ്റ്റമർ. മാനുഫാക്ചറിൽ നിന്ന് ഡയറക്റ്റായിട്ട് കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് എത്തുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെയാണ് നമ്മൾ ഡയറക്റ്റ് ചാനൽ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ചാനൽ എന്ന് പറയുന്നത് ദർ ആർ 3 ലെവൽ, 1 ലെവൽ, 2 ലെവൽ ആൻഡ് 3 ലെവൽ. 1 ലെവൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ മാനുഫാക്ചറർ, റീറ്റെയിലർ ആൻഡ് കസ്റ്റമർ, ഇങ്ങനെ ഒറ്റ ലെവൽ മാത്രമേ ഉള്ളൂ. എന്നാൽ 2 ലെവലിലാണെങ്കിൽ മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് കസ്റ്റമർ. ദെൻ 3 ലെവലാണെങ്കിൽ മാനുഫാക്ചറർ, ഏജൻറ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് കസ്റ്റമർ. ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ 3 ലെവൽ എന്ന് പറയുന്നത്, 1 ലെവൽ, 2 ലെവൽ ആൻഡ് 3 ലെവൽ. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ദെൻ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഒരുപാട് കാലം നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ. ദെൻ കമ്പനി ക്യാരക്ടറിസ്റ്റിക്സ്. ആ കമ്പനി പെട്ടെന്ന് സെയിൽ ഔട്ട് ആക്കേണ്ട സാധനങ്ങളാണെങ്കിൽ എങ്ങനെയാണ് കമ്പനി ക്യാരക്ടറിസ്റ്റിക്സ്? കോമ്പറ്റിറ്റീവ് ഫാക്ടേഴ്സ്, ദെൻ മാർക്കറ്റ് ഫാക്ടേഴ്സ്, ദെൻ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പ്രധാനമായിട്ടും സോർട്ടിംഗ്, അക്യുമുലേഷൻ, അലോക്കേഷൻ, അസോർട്ടിംഗ്, പ്രൊഡക്റ്റ് പ്രൊമോഷൻ, നെഗോഷിയേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. സോർട്ടിംഗ്, ഫോർ എക്സാമ്പിൾ ഹോൾസെയിലർ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ സോർട്ട് ചെയ്യുന്നു, ഒരു തരംതിരിച്ച് വെക്കുന്നു എല്ലാ പ്രൊഡക്റ്റിനെയും. ദെൻ അക്യുമുലേഷൻ, അതിനെ ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടി വെക്കുന്നു, കുമ്മിക്കൂട്ടി വെക്കുന്നു. ദെൻ അലോക്കേഷൻ, അതിനെ നിശ്ചിത യൂണിറ്റുകളാക്കിയിട്ട് നമ്മൾ ഇതുകളാക്കിയിട്ട് മാറി. അസോർട്ടിങ്, അതിനെ നമ്മൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്, ഇപ്പോൾ 100 ഇതിൻ്റെ ഒരു കേസൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ 24 യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ 30 യൂണിറ്റ്സിൻ്റെ 50 യൂണിറ്റ്സിൻ്റെ ഒക്കെ ഇതാക്കിയിട്ട് അതിനെ വീണ്ടും അസോർട്ട് ചെയ്യുന്നു. ദെൻ പ്രൊഡക്റ്റ് പ്രൊമോഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലും ചിലപ്പോൾ പ്രൊമോഷനായി പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ നടക്കാറുണ്ട്. ദെൻ നെഗോഷിയേഷൻ, കസ്റ്റമർ തന്നെ അല്ലെങ്കിൽ ഹോൾസെയിലർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏജൻറ്റ് ആ തരത്തിലുള്ള പ്രൊഡക്റ്റിനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു. ദെൻ റിസ്ക് ടേക്കിംഗ്, അവർ കൂടി ആ പ്രൊഡക്റ്റിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പ്ലേസ് ഓർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയാറുള്ളത്. ദെൻ ലാസ്റ്റ് പ്രൊമോഷനാണ്. പ്രൊമോഷൻ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഇന്നൊക്കെ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പ്രൊമോഷൻ്റെ ബേസിലാണ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അഡ്വർടൈസിങ് ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, പബ്ലിക് റിലേഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രൊമോഷൻ മിക്സിൽ പറയാറുള്ളത്. പ്രൊമോഷൻ മിക്സിനെ നമ്മൾ 4 തരംതിരിക്കുന്നു. അഡ്വർടൈസിങ്, advertising, sales promotion,
പേഴ്സണൽ സെല്ലിംഗ്. പ്രധാനമായിട്ടും പ്രൊമോഷൻ മിക്സ് മാറിപ്പോകരുത്. മാർക്കറ്റിംഗ് മിക്സ് 4 പീസാണ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. മാർക്കറ്റിംഗ് മിക്സ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് 4 എണ്ണമാണ്. അതിൽ അഡ്വർടൈസിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണുന്ന ആളുകളാണ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസ് റീച്ചാണ്. നമ്മൾ ടി വികളിൽ, പത്രമാധ്യമങ്ങളിൽ, മറ്റൊക്കെ കാണുന്ന മാഗസീനുകളിലൊക്കെ കാണുന്ന പരസ്യങ്ങളെയാണ് നമ്മൾ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ടെമ്പററി, താൽക്കാലികമായിട്ട് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിബേറ്റുകൾ, ഡിസ്കൗണ്ടുകൾ, ഓഫറുകളൊക്കെയാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു നോൺ പെയ്ഡ് ഫോമാണെന്ന് പറയാൻ പറ്റും പബ്ലിസിറ്റി. ദെൻ പേഴ്സണൽ സെല്ലിംഗ് ഒരു 1 or 2 മാർക്കറ്ററും അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവും കസ്റ്റമറും തമ്മിലുള്ള ഒരു പേഴ്സണൽ കോൺടാക്റ്റിലൂടെ മാർക്കറ്റിംഗ് നടത്തുന്നത്, പ്രൊമോഷൻ നടത്തുന്നതിനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നമുക്കറിയാൻ പറ്റും അഡ്വർടൈസിങ്. സംഭവം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. മാസ് റീച്ച് ഉണ്ടാവും, യാതൊരു സംശയമില്ല. ബട്ട് ഹൈലി എക്സ്പെൻസീവ് ആണ്, ബട്ട് ലെസ് ഇൻഫ്ലുവൻസ് ആണ്. ശ്രദ്ധിക്കുക, മാസ് റീച്ച് ഉണ്ടാവും. ഇപ്പോൾ ഒരു ടി വിയിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ, ഒരു ആഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് മാസ് റീച്ച് ഉണ്ടാവും. ബട്ട് പൊതുവേ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചാനലിൽ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചാനൽ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ചാനലിലേക്ക് പോകുന്നു. കാരണം മാസ് റീച്ച് ഒരു പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പുതിയ തരത്തിൽ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ്, ആ പരസ്യം കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത് മാത്രമല്ല, വലിയ ഒരു മെസ്സേജ്, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അഡ്വർടൈസ്മെൻറ്റിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നു. ദെൻ അതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലെസ് ഫോഴ്സ്ഫുൾ ആണ്. ദെൻ ലാക്ക് ഓഫ് ഫീഡ്ബാക്ക് ഒന്നും കിട്ടില്ല. ദെൻ സെയിൽസ് പ്രൊമോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു സെയിൽസ് പ്രൊമോഷനിൽ ആ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധനം വിറ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിഷ്കരിക്കുന്ന ചില പദ്ധതികൾ നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. റിബേറ്റുകളാണ്, നമ്മൾ എത്ര ശതമാനം ഓഫറൊക്കെ കൊടുക്കാറുണ്ട്. ദെൻ ഡിസ്കൗണ്ട്, സെർട്ടൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സെർട്ടൻ പ്രൈസൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ദെൻ റീഫണ്ട്, ഇപ്പോൾ ചില പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് ഓഫർ അല്ലെങ്കിൽ ഇത്ര പൈസ റീഫണ്ട് ചെയ്യുമെന്ന് പറയുന്നു. ദെൻ പ്രൊഡക്റ്റ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ അങ്ങനെ 2 പ്രൊഡക്റ്റിനെയൊക്കെ കമ്പയർ ചെയ്യുന്നു. ദെൻ ക്വാണ്ടിറ്റി ഗിഫ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ 5%, എക്സ്ട്രാ 15%, 25% എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ദെൻ സാമ്പിളിങ്, ചിലപ്പോൾ നമുക്ക് ഫ്രീ സാമ്പിൾ ആയിക്കൊണ്ട് സാധനങ്ങൾ തരാറുണ്ട്. ദെൻ കണ്ടസ്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മത്സരങ്ങളൊക്കെ അവർ സംഘടിപ്പിക്കുന്നു, അതിൽ വിന്നേഴ്സ് ആവുന്നവർക്ക് ആ പ്രോഡക്റ്റൊക്കെ. ദെൻ ലക്കി ഡ്രോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂപ്പൺസോ അല്ലെങ്കിൽ വൗച്ചേഴ്സൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ലക്കി ഡ്രോയിലൂടെ വിന്നേഴ്സിനെ കണ്ടെത്തുന്നു. ദെൻ പാക്കേജ്ഡ് പ്രീമിയം, സം ഗിഫ്റ്റ്, നമ്മളതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും ക്യാപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാഗോ അല്ലെങ്കിൽ ഹെഡ്ഫോണുകളൊക്കെ ഫ്രീ ആയിട്ട്, അത് പ്രീമിയം പാക്കേജ്ഡ് പ്രീമിയം പ്രൊഡക്റ്റുകൾ. ദെൻ യൂസബിൾ ബെനഫിറ്റ്, ഫുൾ ഫിനാൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് സെയിൽസ് പ്രൊമോഷനിലെ കാര്യമായിട്ട് വരുന്നത്. ദെൻ പബ്ലിസിറ്റി നമുക്കറിയാൻ പറ്റും, ഇറ്റ് ഈസ് എ നോൺ പെയ്ഡ് ഫോം ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കമ്പനിക്ക് അതിൽ യാതൊരു ചിലവില്ല, ബട്ട് അതിന് മാർക്കറ്റിൽ നല്ല റീച്ച് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ സെല്ലിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണോ വിൽക്കുന്ന ആൾ, സെല്ലർ ആ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ അടുത്ത് നേരെ എത്തുന്നു, അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻസ്റ്റൻ്റ് ആയിക്കൊണ്ട് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുകയും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുകയും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ആ കസ്റ്റമറുമായിട്ട് ഒരു നല്ല ഫീഡ്ബാക്ക് ലാസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവരുമായി നല്ലൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രൊഡക്ട്സിനെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന പ്രൊമോഷൻ മിക്സിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അഡ്വർടൈസിങ്ങും സെല്ലിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ പബ്ലിക് റിലേഷൻ, അവിടെ ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഹെഡാണ് പബ്ലിക് റിലേഷൻ. ഫോർ എക്സാമ്പിൾ, ടാറ്റ കമ്പനി നാനോ എന്ന് പറയുന്ന കാറ് പുറത്തിറക്കുന്ന സമയത്ത്, ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം രൂപക്ക് കാർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പത്രങ്ങളിലും എല്ലാ ടി വികളിലൊക്കെ വാർത്ത വന്നു. അത് കമ്പനിക്ക് യാതൊരു ചിലവുമില്ലാതെ കിട്ടുന്നതാണ് പബ്ലിക് റിലേഷൻ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് മാർക്കറ്റിങ്ങുകൾ നടക്കുന്നതാണ്. പത്രമാധ്യമങ്ങളുടെയൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിക്കൊണ്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരികയാണെങ്കിൽ അത് ആ കമ്പനിക്ക് ആ പ്രൊഡക്റ്റിനൊക്കെ നല്ല മൈലേജ് ഉണ്ടാക്കുന്നു. ആ ഒരു സാധനം കൂടി ആ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അതുകൂടി ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ്
മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ചാപ്റ്റർ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം, മാനേജ്മെൻറ്റ് ഫംഗ്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡയറക്റ്റിംഗ്. നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഡയറക്റ്റിംഗ് ഒരുപാട് സ്ഥാപനത്തിനകത്തുള്ള നമ്മൾ നേരത്തെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് ഈ 3 ഫംഗ്ഷനും പെർഫോം ചെയ്തതിനു ശേഷമാണ് ഡയറക്റ്റിംഗ് ഉള്ളത്. സ്റ്റാഫിങ് വരെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആവശ്യമായ എംപ്ലോയീസിനെ, റൈറ്റ് ജോബിലേക്കുള്ള അപ്പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഡയറക്റ്റിംഗ് നടക്കുന്നത്. ഡയറക്റ്റിങ്ങിൽ ആ നേരത്തെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ച സ്റ്റാഫിനെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരെയും ഒരേ ഒബ്ജക്റ്റീവിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അവിടെ പ്രധാനമായിട്ടും എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ഈ 4 എണ്ണമാണ് ഡയറക്റ്റിങ്ങിൽ പറയാനുള്ളത്. നമുക്ക് അതിൽ സൂപ്പർവിഷൻ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ സൂപ്പർവൈസ് ചെയ്യാൻ കുറേ ആളുകളുള്ളതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുകയും അല്ലെങ്കിൽ എംപ്ലോയീസിനെ മറ്റു റിസോഴ്സിനെയൊക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് സൂപ്പർവിഷൻ എന്ന് പറയാം. ദെൻ അടുത്തത് രണ്ടാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ആ ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്, ഒരു മോട്ടിവേഷണൽ തിയറി പറയുന്നു. എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി 5 നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. എബ്രഹാം മാസ്ലോ ഒരു US ബിസിനസ് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി or security needs, then social needs, esteem needs, then self-actualization need. എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി വെക്കുക. എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ്റെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സാണ്. ഫോർ എക്സാമ്പിൾ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, നന്നായി ഭക്ഷണം കഴിക്കുക, ഉറങ്ങാൻ ഒരു വീട്, ധരിക്കാൻ വസ്ത്രം, ഇതാണ് ഒരു മനുഷ്യൻ്റെ ബേസിക്കായ അടിസ്ഥാനമായ ആവശ്യമെന്ന് പറയുന്നത്. ഇൻ ഓർഗനൈസേഷൻ പെർസെപ്ഷനിലാണെങ്കിൽ, ഓർഗനൈസേഷൻ വ്യൂവിലാണെങ്കിൽ ബേസിക് സാലറിയാണ് ഒരു എംപ്ലോയിയുടെ ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡാണ്. ഫോർ എക്സാമ്പിൾ പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ ഓർ ഡേഞ്ചറസ് സിറ്റുവേഷൻ. രണ്ടാമത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി, പെൻഷൻ പ്ലാൻ, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത്. ഞാൻ സെക്യൂർ ആയിട്ടുണ്ട് ഇപ്പോൾ ഓർഗനൈസേഷൻ, ബേസിക് സാലറി മാത്രമല്ല, ഞാൻ പെർമനൻറ്റ് എംപ്ലോയി ആയി, എനിക്ക് പെൻഷൻ പ്ലാൻ ഉണ്ട്, എൻ്റെ ജോബ് സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. ദെൻ സോഷ്യൽ നീഡ് നമുക്കൊക്കെ അറിയാം. ഈ 2 കാര്യങ്ങളും നേടിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആയി, ബേസിക് നീഡും സാറ്റിസ്ഫൈ ചെയ്തു, സേഫ്റ്റി സെക്യൂരിറ്റി കഴിഞ്ഞാൽ അടുത്തതാണ് സോഷ്യൽ നീഡ് എന്ന് പറയുന്നത്. സോഷ്യൽ നീഡ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാർക്കിടയിലുള്ള നമ്മുടെ സ്വീകാര്യത, അതുപോലെ തന്നെ നമ്മുടെ അഫെക്ഷൻ, ഗുഡ് റിലേഷൻ വിത്ത് കൊളീഗ്സ്, ഇതൊക്കെയാണ് സോഷ്യൽ നീഡ് നമ്മൾ പറയുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ് മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ജീവിക്കാനൊക്കെ അയാൾ താല്പര്യപ്പെടുന്നു. ദെൻ എസ്റ്റീം നീഡ്, സോഷ്യൽ നീഡ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അയാൾ എസ്റ്റീമാണ്, അയാൾക്കൊരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ്, സ്വന്തമായിട്ട് ഒരു സെൽഫ് റെസ്പെക്റ്റ് അയാൾക്ക് അതിന് തോന്നുന്നു. ദെൻ ഓട്ടോണമസ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അയാൾക്ക് സ്വന്തമായിട്ട് അധികാരങ്ങളായി, അയാളുടെ സ്റ്റാറ്റസ് കൂടി, അയാളുടെ അംഗീകാരം റെക്കഗ്നിഷൻസ് കൂടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾ.
അവിടെ അതോടുകൂടി ആ നീഡ് കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റീം നീഡും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ സെൽഫ് ആക്ച്വലൈസേഷനാണ്. അയാൾ എല്ലാം നേടിയെടുത്തു. ഇനി അയാൾക്ക് സെൽഫ് ഫുൾഫിൽമെൻ്റ് ആണ്, എല്ലാം നേടി. ഇനി ജോബ് റിട്ടയർമെൻറ്റ്, അതിന് ശേഷമുള്ള നല്ല സന്തോഷമായ ജീവിതം. ഇത്രയും കാര്യങ്ങളാണ് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്. ദെൻ പ്രധാനമായിട്ടും അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻസെൻറ്റീവ്സ് ആണ്. ഇൻസെൻറ്റീവ്സിൽ നമുക്കറിയാം 2 ടൈപ്പ് ഇൻസെൻറ്റീവ്സ് ആണുള്ളത്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും. ഇവിടെ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇൻസെൻറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ മോഡൽ എക്സാമിനും ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് മോണിറ്ററി വാല്യൂ ആയിക്കൊണ്ട് അവിടുത്തെ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പേ ആൻഡ് അലവൻസസ്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ബേസിക് സാലറി, അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ്, അല്ലെങ്കിൽ മറ്റു അലവൻസുകളൊക്കെ, ഇതെല്ലാം അയാൾക്ക് മോണിറ്ററി വാല്യൂവിൽ ക്യാഷ് ആയിക്കൊണ്ട് കിട്ടുന്നതാണ്. അതിനെയാണ് പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പെർക്യൂസൈറ്റ്സ്. പെർക്യൂസൈറ്റ്സ് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ കമ്പനി അയാളുടെ മക്കളുടെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ താമസിക്കുന്ന ഹൗസ് റെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അയാൾക്ക് മെഡിക്കൽ സപ്പോർട്ട്, അല്ലെങ്കിൽ കാറ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പെർക്യൂസൈറ്റ്സ് എന്ന് പറയുക. ദെൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെയൊക്കെ റിട്ടയർമെൻറ്റ് സമയത്ത് അയാൾക്ക് മോണിറ്ററി ടൈമിൽ കൊടുക്കുന്നതിന് ഇൻസെൻറ്റീവ്സ് ആയിട്ട് മോണിറ്ററി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് നമ്മൾ പറയുന്നു. ദെൻ കോ പാർട്ണർഷിപ്പ്. പുതിയ ലോകത്ത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ് കോ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കമ്പനി അതിൻ്റെ ഷെയർ പ്രൈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസിലേറെ കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയിക്ക് കമ്പനിയുടെ ഷെയർ കൊടുക്കുന്നതിനാണ് കോ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്. പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ, ഇത് ഉണ്ടായത് നിങ്ങളൊക്കെ കമ്പനിയിൽ ഉണ്ടായതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് നമ്മളെന്ത് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്നത്. ദെൻ സജഷൻ സിസ്റ്റം. എംപ്ലോയി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാനോ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെയൊക്കെ പരിഗണിക്കുന്നു. അങ്ങനെ സജഷൻ സിസ്റ്റംസ് കൂടി നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പറയുന്നു. ദെൻ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. നോൺ ഫിനാൻഷ്യൽ ആയതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും, ബട്ട് ദർ ഈസ് നോ മോണിറ്ററി ബെനിഫിറ്റ്. അത്തരത്തിലുള്ളതാണ് നമ്മളെന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഫസ്റ്റ് വൺ ജോബ് എൻറിച്ച്മെൻറ്റ്. മോർ ചാലഞ്ചിങ് ആയ ജോബ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മോർ ഇൻട്രസ്റ്റിംഗ് ആയ ജോബ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ്. ദെൻ പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. സ്ഥാപനത്തിനകത്ത് ഒരു പോസിറ്റീവായ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോളജ് ഓഫ് വർക്ക് ഡൺ, ഹെൽത്തി കോമ്പറ്റീഷൻ ഓഫ് സുപ്പീരിയർ പെർഫോമൻസ്, അങ്ങനെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. ഇന്നൊക്കെ പല സ്ഥാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാമുകളൊക്കെ. അവർ ഓരോ മാസത്തെയും സ്റ്റാർ ഓഫ് ദി മന്തൊക്കെ തിരഞ്ഞെടുക്കുകയും അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന തരത്തിൽ അവരുടെ പേരിൽ പോസ്റ്ററുകളും അവർക്ക് ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതിനാണ് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് എന്ന് പറയാം. ദെൻ എംപ്ലോയീസ് എംപവർമെൻറ്റ്. കൂടുതൽ അധികാരം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ശാക്തീകരിച്ചു വരുന്നപ്പോൾ ഏത് ലെവലിലെ എംപ്ലോയീസിനായാലും അവർക്ക് ഒന്നുകൂടെയൊക്കെ പവർ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ദെൻ സ്റ്റാറ്റസ്. നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് ആ സ്ഥാപനത്തിനകത്ത് ഫോർ എക്സാമ്പിൾ അവരുടെ ക്യാബിൻ, അവരുടെ ജോബ് പ്ലേസ്, അങ്ങനെ കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള അവരുടെ സ്റ്റാറ്റസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്ക് കൊടുക്കുന്നു. ദെൻ അവരുടെ ജോലിക്കുള്ള സെക്യൂരിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ പെർമനൻറ്റ് സ്റ്റാഫാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ജോബിനൊരു സെക്യൂരിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല കരിയർ അഡ്വാൻസ്മെൻറ്റ്, കരിയർ ഓപ്പർച്യൂണിറ്റി, ഇനി പുതിയ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടി അവർ കരിയർ അഡ്വാൻസ്മെൻറ്റിന് കൂടി ഒരു സാധ്യതകൾ കൊടുക്കുകയാണെങ്കിൽ അതും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ് എന്ന് പറയുന്നു. ദെൻ അടുത്തതാണ് സെക്കൻഡ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റ് നമ്മൾ പറയുന്നത് തേർഡ് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് നമുക്കറിയാൻ പറ്റും, ഒരു ടീം ലീഡർ, ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ ലീഡറുടെ കയ്യിലാണ്. ഫോർ എക്സാമ്പിൾ ആ എംപ്ലോയീസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ എങ്ങനെയാണോ തൻ്റെ സബോർഡിനേറ്റ്സിനോട്, തൻ്റെ ടീംമേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുമായിട്ടായിരിക്കും എംപ്ലോയീസിൻ്റെ വർക്ക് ലെവൽ അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓഫ് പീപ്പിൾ. നമുക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ബിഹേവിയർ കൊണ്ട് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും
ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് മേക്സ് ദം ടു പോസിറ്റീവ്ലി. അവരുടെ ബിഹേവിയറിനെ, എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ലോകത്ത് കമാൻഡിങ് ഇഷ്ടപ്പെടാത്ത ഒരു വർക്ക് അറ്റ്മോസ്ഫിയറുടെ സമയത്ത് ലീഡറുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഡർ മുന്നിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യുന്നു. ബോസിനെ പോലെ നോ കമാൻഡിങ് മാത്രമല്ല, ലീഡർ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് എല്ലാം അവരുടെ പുറകെ വരുന്നു. ദെൻ അവിടെ എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡറാണ്. ഒരു നല്ല ലീഡർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നതാണ്. അതിൽ ഒന്നാമത്തേതായി പറയുന്നത് ഫിസിക്കൽ ഫീച്ചറാണ്. അയാളുടെ ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, അപ്പിയറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ലീഡറുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുള്ളത് എന്നാണ്. ദെൻ നോളജ്, അയാളുടെ വിവരങ്ങളാണ്. ദെൻ ഇൻറ്റഗ്രിറ്റി, കാര്യങ്ങളെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും കോർഡിനേറ്റ് ചെയ്യാനും കാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ആളാണോ ഇൻറ്റഗ്രിറ്റി. ദെൻ ഇനീഷ്യേറ്റീവ്, എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കാൻ, ഇനി കൊറേജ് ആൻഡ് വില്ലിങ് മെൻറ്റാലിറ്റി എന്ന് പറയും, നമ്മളതിനെ ഇനി മുൻകൈ എടുക്കാനുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എസ്പെഷ്യലി എന്തെങ്കിലും ക്രൈസിസോ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. ദെൻ മോട്ടിവേഷൻ സ്കിൽസ്, സ്വന്തം മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ്റെ കൂടെ മോട്ടിവേറ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ കൂടി മോട്ടിവേറ്റ് ആക്കാൻ കൂടിയുള്ള കഴിവ് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. ദെൻ സെൽഫ് കോൺഫിഡൻസ്, ഒരു ലീഡർ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും, അയാൾക്കൊരു കൃത്യമായ ആത്മവിശ്വാസം ഉണ്ടാവണം. ഇതും ഒരു നല്ല ലീഡറുടെ ക്വാളിറ്റിയാണ്, സെൽഫ് കോൺഫിഡൻസ്. ദെൻ ഡിസിസീവ്നെസ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ലീഡർ ഏത് ക്രൈസിസ് ആയാലും ഏത് മൊമെൻ്റ് ആയി കഴിഞ്ഞാലും അവിടെ ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ലീഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ദെൻ സോഷ്യൽ സ്കിൽസ്, തൻ്റെ ഫോളോവേഴ്സിനോട് അല്ലെങ്കിൽ തൻ്റെ കൊളീഗ്സിനോട്, തൻ്റെ എംപ്ലോയീസിനോട് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും മാത്രമല്ല അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു സോഷ്യൽ സ്കിൽ, ഒരു നല്ല കമ്മ്യൂണൽ ഹാർമണി, ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ലീഡറുടെ ക്വാളിറ്റിയാണ്. ദെൻ വിഷൻ ആൻഡ് ഫോർസൈറ്റ്, ഭാവിയിൽ വരാനിരിക്കുന്ന ത്രെട്ടുകൾ അല്ലെങ്കിൽ ചാലഞ്ചുകളെയൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ദീർഘവീക്ഷണമൊക്കെ ഉള്ള ഒരാൾ എന്ന് പറയുന്നത് കൂടി ഒരു നല്ല ലീഡറുടെ ക്വാളിറ്റിയാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ലീഡർഷിപ്പിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡറോ അല്ലെങ്കിൽ അടുത്ത് പറയാൻ പോകുന്ന ലീഡർഷിപ്പ് സ്റ്റൈലോ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ലീഡർഷിപ്പ് സ്റ്റൈലിൽ പ്രധാനമായിട്ട് 3 ലീഡർഷിപ്പ് സ്റ്റൈലാണ് പറയുന്നത്. ഒന്ന് ഓട്ടോക്രാറ്റിക് ലീഡർ, 2 ഡെമോക്രാറ്റിക് ലീഡർ, മൂന്നാമത്തത് ലേസസ് ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ. വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും, ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഏകാധിപത്യമാണ്. അവിടെ വേറെ ആർക്കൊന്നുമില്ല, അയാൾ ഓർഡർ അങ്ങനെ കൊടുക്കുന്നു, അതിൻ്റെ റിസൾട്ട് അങ്ങനെ എൻക്വയറി ചെയ്യുന്നു. എന്നാൽ അവിടെ സബോർഡിനേറ്റ്സ് ഒബേ ചെയ്യുക, വേറെ തിരിച്ചൊന്നും പറയാനില്ല. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൽ തൻ്റെ സബോർഡിനേറ്റ് കൂടി പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനാധിപത്യപരമായ രീതിയിലൂടെ തീരുമാനങ്ങൾ എടുക്കുകയും അതുവഴി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത്. എന്നാൽ ലേസസ് ഫിയർ ആൻഡ് ഫ്രീ റെയിൻ ലീഡർ ഓർ ഫ്രീഡം ലീഡർ എന്ന് പറയുന്നത് ഓരോരുത്തരും ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാതെ കൃത്യമായിട്ട് അവർ ഫ്രീ റെയിനാണ്, അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ അത് ടോട്ടലി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കുകയും ചെയ്യും. അതാണ് ലേസസ് ഫിയർ ഓർ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. 4ാമത്തെ എലമെൻറ്റ്, ഡയറക്റ്റിങ്ങിൻ്റെ 4ാമത്തെ എന്നാൽ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ എലമെൻ്റ് എന്ന് പറയാം കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവിടെ ഒരു മെസ്സേജ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് നമ്മൾ വളരെ എഫക്റ്റീവ് ആയിക്കൊണ്ട് ഒരു ഡിസ്റ്റോഷനും സംഭവിക്കാതെ ഒരു മെസ്സേജിനെ പാസ് ചെയ്യുന്നതിനാണ്, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ ഓർ മെസ്സേജിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അതിൻ്റെ ഒരു പ്രോസസ്സ് ഡയഗ്രാമൊക്കെ നിങ്ങളുടെ നോട്ടിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും. അവിടുത്തെ അതിലെ എലമെൻറ്റ്സ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. സെൻഡർ എന്ന് പറഞ്ഞ പേഴ്സൺ ഹൂ കൺവേസ് ദ മെസ്സേജ്, ആരാണോ മെസ്സേജ് ഉണ്ടാക്കുന്ന ആൾ, അയക്കാൻ ഉദ്ദേശിക്കുന്ന അയാളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുക. ദെൻ മെസ്സേജ്, രണ്ടാമത്തത് എലമെൻ്റ് എന്ന് പറയുന്നത് മെസ്സേജാണ്. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ എൻകോഡിങ്, സെൻഡേഴ്സ് ട്രാൻസ്ലേറ്റ് ദി മെസ്സേജ് ഇൻ ടു വേർഡ്സ്, സിമ്പിൾസ് ഓർ ജസ്റ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ എന്താ പറയുക, സെൻഡർ എൻകോഡ് ചെയ്യുന്നു ആ മെസ്സേജിന് വേർഡ്സ് ആയിട്ടോ സിമ്പിളുകളായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റേഴ്സ് ആയിട്ടോ മറ്റെന്തെങ്കിലും സിമ്പിളുകളൊക്കെ ആയിട്ടൊക്കെ അതിനെ മാറ്റുന്നതാണെങ്കിൽ ആ റിസീവർക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക, ആ ഒരു തലത്തിലേക്ക് മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. ദെൻ ചാനൽ ഓർ മീഡിയം, ഏത് മീഡിയയിലൂടെയാണ്, ഏത് മാധ്യമത്തിലൂടെയാണ് ഈ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നത് എന്നതാണ് മീഡിയ എന്ന് പറയുന്നത്.
മീഡിയം എന്ന് പറയുന്നത് എഴുതുകയാണോ അല്ലെങ്കിൽ പറയുകയാണോ, ഇനി അല്ല വേറെ വല്ല മൂവ്മെൻറ്റ് ഓഫ് ബോഡി നമ്മളെ ആക്ഷൻ കാണിക്കുകയാണോ, ബോഡി ലാംഗ്വേജ് ആണോ, എങ്ങനെയാണോ, ഏത് മീഡിയയിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. ദെൻ ഡീകോഡിങ്, ഇറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മെസ്സേജ് ബൈ ദി റിസീവർ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, നിങ്ങളത് റിസീവ് ചെയ്യുന്നു, അതിനാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ദെൻ റിസീവർ, എ പേഴ്സൺ ഹു റിസീവ്സ് ദി മെസ്സേജ്. ആ മെസ്സേജ് ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളാണ് റിസീവർ എന്ന് പറയുന്നത്. ദെൻ റിസീവ് ചെയ്തതിനു ശേഷം അയാൾ അതിൻ്റെ ഒരു റെസ്പോൺസ് തിരിച്ച് സെൻഡർക്ക് അയക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനിടയിൽ നോയ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ദ ഡിസ്റ്റർബൻസസ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലുള്ള ഡിസ്റ്റർബൻസിനെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഹിൻഡ്രൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പറയാനുള്ളത്. ദെൻ പ്രധാനമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്പാണ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മളറിയാം, ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സുപ്പീരിയർ ടു സബോർഡിനേറ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. ഒരു ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മൂവ് ചെയ്യുള്ളൂ. പ്രധാനമായിട്ടും വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, 3 ടൈപ്പാണ് അവിടെ പറയുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ മേ ബി അപ്വാർഡ് ഓർ ഡൗൺവാർഡ്. സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് കൊടുക്കുകയാണെങ്കിൽ ഡൗൺവാർഡ്, സബോർഡിനേറ്റ്സ് എന്തെങ്കിലും ഇൻഫർമേഷൻ സുപ്പീരിയർക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ദെൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സപ്പീരിയറും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ സബോർഡിനേറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ മാനേജർ മാർക്കറ്റിങ്ങിലെ ഒരു എംപ്ലോയിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ദെൻ അവിടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പറയുന്നുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പ്രധാനമായിട്ടും 5 നമുക്കറിയാം. സിംഗിൾ ചെയിൻ, വീൽ പാറ്റേൺ, സർക്കുലർ പാറ്റേൺ, ഇൻവെർട്ടഡ് വി ആൻഡ് ഫ്രീ ഫ്ലോ. ഈ 5 ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ. അവിടെ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. മേ ബി 5 മാർക്കിന് ചോദിക്കാം. മോഡൽ എക്സാമിനും ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സിംഗിൾ ചെയിൻ, അവിടെ ഒറ്റ ലൈൻ ഓഫ് ഇതിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. വീൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുപ്പീരിയർ ഒരു ഹബ്ബായിക്കൊണ്ട് ആക്ട് ചെയ്യുകയും എല്ലാ കമ്മ്യൂണിക്കേഷൻസും ത്രൂ അയാളിലൂടെ മാത്രം നടക്കുകയുള്ളൂ. ദെൻ ഇൻവെർട്ടഡ് വി എന്ന് പറയുന്നത് നിയറസ്റ്റ് സുപ്പീരിയർ ആസ് വെൽ ആസ് വിത്ത് ഈസ് ബോസ് ഓഫ് ഈസ് സുപ്പീരിയർ. ഇൻവെർട്ടഡ് വി എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ദെൻ ഫ്രീ ഫ്ലോ, അവിടെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പോലെയാണ്, ആർക്കും എങ്ങോട്ടും ഫ്രീ ആയിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഇത്രയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ദർ ഈസ് നോ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, മറിച്ച് അവിടെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ നമ്മളൊക്കെ കൂടിയിരുന്നു കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് സിംഗിൾ സ്റ്റാൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ഇൻ വിച്ച് ഈച്ച് സീക്വൻസ്, ഒരാൾ മറ്റൊരാൾ അങ്ങനെ ആ ഒരു സീക്വൻസിലൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത്. എന്നാൽ ഗോസിപ്പ് ആണെങ്കിൽ വിത്ത് ഓൾ നോൺ സെലക്റ്റീവ് ബേസിസ്, ഇന്ന ആളോടാണ് പറയുന്നത് എന്നൊന്നുമില്ല. നമ്മൾ ഗോസിപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുക, അതാണ് ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ പ്രോബബിലിറ്റി നെറ്റ്വർക്ക് വിത്ത് അതർ ഇൻഡിവിജ്വൽ, നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആരോട് പറയണം എന്ത് പറയണം എന്നൊക്കെ റാൻഡം ആയിക്കൊണ്ട് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് സെലക്ട് ചെയ്യപ്പെടാനുള്ള. റാൻഡമലി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത്, പേഴ്സൺ ട്രസ്റ്റ്, നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് മാത്രം നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ അവിടെ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് പ്രധാനമായിട്ടും 4 ടൈപ്പ് ബാരിയേഴ്സ് ആണ്. ഫസ്റ്റ് വൺ സിമാൻറ്റിക് ബാരിയേഴ്സ്, സെക്കൻഡ് വൺ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ദെൻ തേർഡ് വൺ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആൻഡ് ഫോർത്ത് വൺ പേഴ്സണൽ ബാരിയേഴ്സ്. സിമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ജസ്റ്റ് പോയിൻ്റ് മാത്രം പറഞ്ഞു പോവാം. നമ്മൾ ഒരു സെൻറ്ററുടെ
വേർഡ്സ് ആൻഡ് സിമ്പിൾസിനെ അതേ രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനാണ് സിമാൻറ്റിക് ബാരിയേഴ്സ്. ഒരു എൻകോഡിങ്ങിലോ ഡീകോഡിങ്ങിലൊക്കെ വല്ല ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് സിമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അതിനെ ബാഡ് ആയിക്കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, റിസീവർ അതിനെ ബാഡ് ആയിക്കൊണ്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ വെൽ എക്സ്പ്രസ് മെസ്സേജ്. ദെൻ ടെക്നിക്കൽ ജാർഗൻ, ഫോർ എക്സാമ്പിൾ ദ്വയാർത്ഥങ്ങളുള്ള ഡബിൾ മീനിങ്ങുകളുള്ള ഏതെങ്കിലും വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ദർ ഇസ് എ പ്രോബ്ലം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുള്ള സാധ്യതയുണ്ട്. അതിനാണ് ടെക്നിക്കൽ ജാർഗൻ. ദെൻ അൺക്ലാരിഫൈഡ് അസംഷൻസ്, കൃത്യമല്ലാത്ത ചില അസംഷൻസ്, നമ്മളെന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ റിസീവ് ചെയ്ത ആൾക്ക് ക്ലാരിഫൈ ആയില്ല എങ്കിൽ ദാറ്റ് ഇസ് അൺക്ലാരിഫൈഡ് അസംഷൻ. ഫോൾട്ടി ട്രാൻസ്ലേഷൻ, അതിനെ മനസ്സിലാക്കുന്നിടത്ത് എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലൊക്കെ അയച്ച മെസ്സേജിനെ അതിനെ ഫോൾട്ട് ട്രാൻസ്ലേറ്റ് വിവർത്തനം ചെയ്യുന്ന സമയത്തും അല്ല ഫോൾട്ടുകൾ സംഭവിക്കുകയാണ്. ദെൻ സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ മീനിങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും സിമ്പിളുകളോ ആക്ഷനുകളോ അതൊക്കെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു. ദെൻ റോങ്ലി ഇൻ്റർപ്രറ്റഡ് ബോഡി ലാംഗ്വേജ്, എസ്പെഷ്യലി നമ്മുടെ മലപ്പുറത്തുകാരുടെ ബോഡി ലാംഗ്വേജും പുറത്തുള്ള ആളുടെ ബോഡി ലാംഗ്വേജൊക്കെ ഇങ്ങനെ തലകൊണ്ട് കാണിക്കുന്ന ആക്ഷൻസ്, നമ്മുടെ കൈ കൊണ്ട് കാണിക്കുന്ന ആക്ഷൻസൊക്കെ പല സമയത്ത് ഇനപ്രോപ്രിയേറ്റ് ആയി കൊണ്ടുവരാറുണ്ട്. എന്നപോലെ തന്നെയാണ് പറയുന്നത് റോങ്ലി ഇൻ്റർപ്രറ്റഡ് ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷയിലൊക്കെ വരുന്ന എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ. ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, അതിൽ പ്രധാനമായിട്ട് 4 പോയിൻറ്റ്സാണ് പറയുന്നത്. ലാക്ക് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനോട് റിസീവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. ദെൻ പ്രീമാച്ചുർ ഇവാലുവേഷൻ, ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ നേരത്തെ നമ്മുടെ മനസ്സിൽ കരുതി വെച്ച ഒരു വാല്യൂ, പ്രീമാച്ചുർ ഇവാലുവേഷൻസ്. ദെൻ പുവർ റിട്ടൻഷൻ, അല്ലെങ്കിൽ പ്രതികരണം ഇല്ലാത്തത്. ദെൻ ഡിസ്ട്രസ്റ്റ്, അയാളെ വിശ്വാസം ഇല്ലാത്തത്. ഇത്തരം കാര്യങ്ങളൊക്കെ സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ്. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ഇപ്പോൾ സ്ഥാപനത്തിനകത്തുള്ള പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ പോളിസി, സ്ഥാപനത്തിലുള്ള നയങ്ങൾ. ദെൻ കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കൃത്യമായ കോംപ്ലക്സ് ആണ്, അവിടെ ഭയങ്കര റിജിഡാണ് കാര്യങ്ങളൊക്കെ. ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസൊക്കെ ഭയങ്കര റിജിഡാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയതല്ല, അതൊക്കെ ഓർഗനൈസേഷണൽ ബാരിയറിൽ വരുന്നു. ദെൻ സ്റ്റാറ്റസ്, ഇപ്പോൾ ഒരു സുപ്പീരിയർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സബോർഡിനേറ്റ് ആദ്യം അയാളുടെ സുപ്പീരിയർ, പിന്നെ ആ സുപ്പീരിയർ അങ്ങനെ കണ്ട് ആ ഒരു ചാനലിലൂടെ മാത്രമൊക്കെ ആണെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്. ദെൻ ഓർഗനൈസേഷൻ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിലൊക്കെയുള്ള ബാരിയേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ പേഴ്സണൽ ബാരിയേഴ്സ്, ഫിയർ ഓഫ് ചലഞ്ച് ഓഫ് അതോറിറ്റി. ദെൻ ലാക്ക് ഓഫ് വില്ലിംഗ്നെസ് ടു കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സബോർഡിനേറ്റ്സ്, ലാക്ക് ഓഫ് അഡിക്വേറ്റ് ഇൻസെൻറ്റീവ്സ്, നമ്മൾ കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ പറയുന്നതിന് പ്രസൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ധൈര്യം ഇല്ലാതിരിക്കുക, ഇതൊക്കെ അല്ലെങ്കിൽ പറയാൻ തയ്യാറല്ലാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഹെഡ് കൂടി പറഞ്ഞ് ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹൗ ടു ഓവർകം ദീസ് ബാരിയേഴ്സ്, ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. 6 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കാറുന്ന ഒരു ഏരിയയാണ് ഈ ഹൗ ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, ക്ലാരിഫൈ ദി ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്, നമ്മൾ പറയുന്നതിന് മുമ്പ് എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലാരിഫൈ ദി ഐഡിയ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ദെൻ നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി റിസീവർ, നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാളെ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. എന്നതിന് ശേഷം മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വേറെ ഒരാളുമായിട്ടൊന്ന് അഭിപ്രായം ചോദിച്ച് ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഒരു മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ദെൻ ബി എ ഗുഡ് ലിസണർ, മാത്രമല്ല മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള, അത് ശ്രദ്ധിക്കാനുള്ള ഒരു നല്ല മൈൻഡ് കൂടി കാണിക്കുക. ബി എ ഗുഡ് ലിസണർ. ദെൻ എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്, എന്താണ് നമ്മൾ മെസ്സേജ് അങ്ങോട്ട് കൊടുത്തത് അത് റിസീവറിൽ നിന്നതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പ് വരുത്തുക, അയാളിൽ നിന്ന് ഫീഡ്ബാക്ക് നിർബന്ധമായിട്ട് വാങ്ങുക. ദെൻ അറ്റൻഷൻസ്, ശ്രദ്ധിക്കുക, അവർക്ക് പറയാനുള്ളതിനെയും നമ്മുടെ ഓരോ വേർഡ്സിനെയും നമ്മുടെ ഓരോ ബോഡി ലാംഗ്വേജിനെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഏകദേശം ഇത്രയും കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ എന്താണോ നമ്മൾ എന്ത് മെസ്സേജാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജിനെ നമുക്ക് കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. ഇതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഈ 2 ചാപ്റ്ററിൽ കൂടി ഏകദേശം 20 മാർക്കിൽ, അത് 20 പാസ്സാവാൻ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് മതിയാകും. എന്നിരുന്നാലും ഇനി ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
യെസ്, വെൽക്കം ബാക്ക്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട 2 ചാപ്റ്ററാണ് പറഞ്ഞത്. മാർക്കറ്റിംഗ് ചാപ്റ്ററും പറഞ്ഞു, നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ ചാപ്റ്ററും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും കൂടുതൽ മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദി ബിസിനസ്. ഫണ്ട് നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്യുകയും അത് ബിസിനസ്സിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. കുറച്ച് മുമ്പ് വരെ മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. എന്നാൽ ഇന്ന് വെൽത്ത് മാക്സിമൈസേഷനാണ് എല്ലാ കമ്പനികളുടെയും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവരുടെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പുതിയ ലോകത്തിലെ കമ്പനികളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഡിസിഷൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷനാണ്. ദർ ആർ മെയിൻലി 3 financial decisions. First one investment decision, second one financing decision, and third one dividend decision. നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും, കാരണം നമ്മൾ ആകെ 2 ചാപ്റ്റർ മാത്രമേ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് ഓടിച്ചു പോവുകയാണ്, ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം, വിശദമായ വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻവെസ്റ്റ് ഈ കൺസേൺഡ് വിത്ത് ഹൗ ഫേംസ് വാല്യബിൾ ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് അസെറ്റ്സ്. എങ്ങനെയാണ് വേരിയസ് അസറ്റുകളിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻസിനെ അല്ലെങ്കിൽ ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുക. ലോങ് ടേം ആവണോ, ഷോർട്ട് ടേം ആവണോ, ഇനി പുതിയ മെഷീൻ വാങ്ങണോ, പുതിയ ബ്രാഞ്ച് തുടങ്ങണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഡിസിഷൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷനാണ്. ഫിനാൻസിങ് ഡിസിഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, എത്ര ഫണ്ട് വേണം, അതിന് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മൾ റൈസ് ചെയ്യും, ക്വാണ്ടം ഓഫ് ഫിനാൻസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് റൈസ്ഡ് ഫ്രം ദി വേരിയസ് സോഴ്സസ്, ലോങ് ടേം ആണോ ഷോർട്ട് ടേം എന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനാണ് ഫിനാൻസ് ഡിസിഷൻ എന്ന് പറയുക. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റിനെ ബിസിനസ്സിൽ റിട്ടേൺ ചെയ്യണോ അതോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനാണ് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഈ 3ഉം നമ്മൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു വെക്കണം. ഇതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിഫറെൻറ്റ് ഡിസിഷൻസ്, ഈ വ്യത്യസ്ത ഡിസിഷൻസിനെ ബന്ധപ്പെടുന്ന ഫാക്ടേഴ്സും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഞാൻ പറഞ്ഞു എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്ന് അല്ലെങ്കിൽ നടത്തുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം ഓഫ് ഫിനാൻസ്, ഹൗ ടു റൈസ്, നമ്മൾ എത്ര ഫിനാൻസ് നമുക്ക് വേണം, അത് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണോ, ബോറോഡ് ഫണ്ടാണോ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ഫണ്ട്, റിട്ടേൺ ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ്സ്. ബോറോഡ് ഫണ്ടാണെങ്കിൽ ഡിബഞ്ചർ ക്യാപിറ്റലുകളുണ്ട്, ബോൺസ്, ലോങ് ടേം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെയാണ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യേണ്ടത്, എത്രയൊക്കെയാണ് റൈസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനാണ് ഫിനാൻസ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഫിനാൻസ് ചെയ്തു, ദെൻ പ്രോഫിറ്റ് ഏൺ ചെയ്തു, ആ പ്രോഫിറ്റ് ബിസിനസ്സിൽ റിട്ടേൺ ചെയ്യണോ അതല്ല ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാം. ദെൻ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പോയിൻറ്റ്സ് അവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രൊജക്റ്റ്, ദ റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ബന്ധപ്പെടുന്നത്. ദെൻ ഫിനാൻസിങ് ഡിസിഷനെ ബന്ധപ്പെടുന്നത് കോസ്റ്റ്, ഏതാണ് ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ്, റിസ്ക്, എത്ര റിസ്ക് നമ്മൾ തരുന്നു. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, അതിൻ്റെ ഇഷ്യൂ ചെയ്യാൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ശ്രദ്ധിക്കുക, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ടേം ചോദിക്കാറുണ്ട്. ഇഷ്യൂയിങ് കോസ്റ്റ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഫേമിൻ്റെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ പൊസിഷൻ നമ്മൾ ചെയ്യുന്നു. ദെൻ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫിക്സ്ഡ് ആയത് എത്രയാണ്. ദെൻ കൺട്രോൾ, ഡെപ്റ്റ് ക്യാപിറ്റലാണോ അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലാണോ, അങ്ങനെ അതിൻ്റെ കൺട്രോൾ. ദെൻ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ദെൻ റൈസിങ് മാർക്കറ്റ് ആണെങ്കിൽ ഈ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നാവുക, ഇനി അല്ല ഇതാണെങ്കിൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നാവുക, ഇങ്ങനെ. ദെൻ
ഡിവിഡൻഡ് ഡിസിഷൻ ആണെങ്കിൽ അവിടെ അതിന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഏണിങ്സ്, എത്രയാണ് നമ്മുടെ എമൗണ്ട് ഉള്ളത്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഏണിങ്സ്, ഒരേ ഒരു വർഷം മാത്രമേ പ്രോഫിറ്റ് ഉള്ളതോ ആ ഒരു എല്ലാ വർഷവും നമ്മളൊരു ആവറേജ് റേഞ്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്, നമ്മുടെ ഡിവിഡൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി. ദെൻ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ഫേമിൻ്റെ വളർച്ചാ സാധ്യതകൾ. ദെൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഫേമിൻ്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ. ദെൻ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം, അവർക്ക് ഇപ്പോൾ ബിസിനസ് റിട്ടേൺ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് റിട്ടേൺ ചെയ്യാം, അല്ല അവർക്ക് ഡിവിഡൻഡ് കിട്ടലാണ് ആവശ്യം, അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ്. ദെൻ ടാക്സേഷൻ പോളിസി, സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ, ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്, ലീഗൽ കൺസ്ട്രെയിൻസ്, ദെൻ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ദെൻ അടുത്തതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക, ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ടേം ചോദിക്കാറുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ, പ്രൊക്യൂർമെൻറ്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. നമ്മൾ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നു, എത്ര ഫണ്ട് നമുക്ക് വേണം, അതിൻ്റെ എസ്റ്റിമേഷൻ, പ്രൊക്യൂർമെൻറ്റ് അത് എവിടെ നിന്നൊക്കെ കണ്ടെത്തുന്നു, യൂട്ടിലൈസേഷൻ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ കൃത്യനിർവഹണം. ഇതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേഷൻ ഓഫ് ക്വാണ്ടം ഓഫ് ഫിനാൻസ്, ഡിറ്റർമിനേഷൻ ഓഫ് പാറ്റേൺ ഓഫ് ഫിനാൻസിങ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ. ഇത് ലോങ് ടേം ആവണോ ഷോർട്ട് ടേം ആവണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത്. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. ബിക്കോസ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ദീർഘവീക്ഷണമാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് അണ്ടർ ഡിഫറെൻറ്റ് ബിസിനസ് സിറ്റുവേഷൻ. വ്യത്യസ്തമായ ബിസിനസ് സിറ്റുവേഷനുകൾക്കിടയിൽ എങ്ങനെയൊക്കെയാണ് ഭാവിയിൽ എന്തൊക്കെ ഇവൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു. ദെൻ അവോയ്ഡിങ് അൺസർട്ടനിറ്റീസ്, ബിസിനസ്സിന് നമുക്കറിയാം അൺസർട്ടനിറ്റി അതിനൊക്കെ ഒഴിവാക്കുന്നു. ദെൻ കോർഡിനേഷൻ, റെഡ്യൂസ് വേസ്റ്റേജസ്, ലിങ്കേജസ് ആൻഡ് ഈസി ഇവാലുവേഷൻ. ദെൻ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൽ എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് ഉപയോഗിക്കണം, എത്ര പെർസെൻറ്റേജ് ബോറോഡ് ഫണ്ട് ഉപയോഗിക്കണം, അതിൻ്റെ ആ ഒരു കോമ്പിനേഷനെ, ആ ഒരു മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. ചിലപ്പോൾ എസ് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്, ഓർത്ത് വെക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിലൊന്നാമത്തത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, സെക്കൻഡ് വൺ ക്യാഷ് ഫ്ലോ പൊസിഷൻ, തേർഡ് വൺ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഫോർത്ത് വൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിഫ്ത്ത് വൺ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഇറ്റ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി സച്ച് ആസ് ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ സോ ആസ് ടു ഇൻക്രീസ് ദി റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഉപയോഗം, ഫോർ എക്സാമ്പിൾ ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ ഒക്കെ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ദെൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ. Cash flow must be adequate enough to cover not only fixed payment obligations but also to meet the fixed and working capital needs of the firm. ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെയും ഫിക്സഡ് ക്യാപിറ്റലിനെയും മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഫണ്ട് റൈസ് ചെയ്യുക, ക്യാഷ് ഫ്ലോ ഉണ്ടാവുക എന്നതാണ്. ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, EBIT എത്രയാണ് ഫേമിൻ്റെ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ കവർ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ടൈംസ് എടുക്കുന്നു എന്നതിനാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ദെൻ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹയർ ദാൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് പോർഷൻ ക്യാൻ ബി ഇൻക്രീസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹയർ റേറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡെപ്റ്റ് പോർഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, നമുക്ക് ലോവർ ഡെപ്റ്റ് റേറ്റിൽ ക്യാപിറ്റൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് പ്രിഫർ ചെയ്യുന്നതാണ് ബെറ്റർ ഉണ്ടാവുക ദാൻ ഇക്വിറ്റി. ദെൻ ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു എത്രയാണ് കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ഇഷ്യൂയിങ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അതിനാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുക. ദെൻ അടുത്ത ഏരിയയാണ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും 4 മാർക്കിനൊക്കെ ചോദ്യം വരാനുള്ള 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ഏരിയയാണ് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ ലോങ് ടേമിലേക്ക് ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പുതിയ ബിൽഡിംഗ് വാങ്ങണം അല്ലെങ്കിൽ പുതിയ മെഷീനറി പർച്ചേസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ലോങ് ടേമിലേക്കുള്ളതാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായ മാക്സിമം അപ് ടു 1 ഇയർ, 1 വർഷം വരെയുള്ള ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതിനെയാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാൻ പറ്റും അവിടെ 2 ടേമാണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറൻറ്റ് അസറ്റ്സ് ആണ്.
കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ കറണ്ട് അസറ്റ്സ് ബാങ്ക്, ബിൽസ് റെസീവബിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബാങ്ക് ബാലൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ കറണ്ട് അസറ്റ് പറയുന്നത്. എന്നാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. ചിലപ്പോൾ ഓർത്ത് വെക്കുക, 1 മാർക്കിനോ 2 മാർക്കിനോ അല്ലെങ്കിൽ ഓർഡി വണ്ണോട്ടൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. എന്നാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈക്വൽ ടു കറണ്ട് അസറ്റ്സിനെ മാത്രമാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നേച്ചർ ഓഫ് ബിസിനസ്, സിമ്പിളാണ്. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ബിസിനസ് സൈക്കിൾ, സീസണൽ ഫാക്ടേഴ്സ്, പ്രൊഡക്ഷൻ സൈക്കിൾ, ക്രെഡിറ്റ് അലൗഡ്, ക്രെഡിറ്റ് അവൈൽഡ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ഇൻഫ്ലേഷൻ. ഒക്കെ സിമ്പിളാണ്. ആ ടേമിൽ തന്നെ എല്ലാം നമുക്ക് വായിച്ചായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ നാച്ചുറൽ പ്രകൃതി അങ്ങനെയുള്ളതാണ്. നമ്മൾ ലാർജ് സ്കെയിലാണോ അത് സ്മോൾ സ്കെയിലാണോ ഓപ്പറേഷൻ നടത്തുന്നത്. ബിസിനസ് സൈക്കിൾ നമുക്കറിയാൻ പറ്റും. ബിസിനസ് സ്കെയിൽ നിങ്ങൾ പഠിച്ചതാണ് എക്കണോമിക്സിലൊക്കെ. ഇൻട്രൊഡക്ഷൻ, ബൂമ്, ഗ്രോത്ത്, ബൂമ്, മെച്യൂരിറ്റി, റെസഷൻ, ഇങ്ങനെ സ്റ്റേജുകളാണുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേജിലും എങ്ങനെയൊക്കെയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരാൻ നമ്മൾ കൃത്യമാക്കുന്നു. ദെൻ സീസണൽ ഫാക്ടേഴ്സ്, നമ്മൾ പ്രൊഡക്റ്റ് സീസണൽ ബൂം ഉണ്ടാവുന്ന അല്ലെങ്കിൽ സീസണലി മെച്ചം ഉണ്ടാവുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളത്. ദെൻ പ്രൊഡക്ഷൻ സൈക്കിളായി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ്, അക്കൗണ്ട്സ് റെസിവബിൾ, ക്യാഷ്. ആ ഒരു സൈക്കിൾ ഇതിലൂടെ പോകുന്നതിനെയാണ് ഇത് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് അലൗഡ്, നമുക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സ് നമുക്ക് ക്രെഡിറ്റ് എത്രയാണ് പീരീഡാണ് നമുക്ക് എത്ര സമയമാണ് അനുവദിച്ച് തന്നിട്ടുള്ളത് അത്. ദെൻ ക്രെഡിറ്റ് അവൈൽഡ്, ദെൻ നമുക്ക് കിട്ടിയ ക്രെഡിറ്റ് അലൗഡ്, നമ്മുടെ ഡെപ്റ്റേഴ്സിന് എത്രയാണ് ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ടുള്ളത് അതൊരു ബേസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ഗ്രോത്ത് പ്രോസ്പെക്റ്റ്, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ഇൻഫ്ലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഹെഡിൽ പറയാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ആ ഒരു ചാപ്റ്റർ കൂടി തീർന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്. നമുക്കറിയാൻ പറ്റും മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കഴിഞ്ഞാൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പുട്ടിങ് റൈറ്റ് എംപ്ലോയീസ് ഫോർ ദി റൈറ്റ് ജോബ്. റൈറ്റ് ജോബിന് റൈറ്റ് എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്യുക എന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തത് അതിൻ്റെ ഡെറിവേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനകത്തും സെപ്പറേറ്റ് വിങ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ വിങ്ങാണ് ഇന്ന് സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഡെവലപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നിങ്ങളുടെ നോട്ടിലും നിങ്ങളുടെ ടെക്സ്റ്റൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക അതിൻ്റെ ഹിസ്റ്ററി. മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സ്റ്റാഫിംഗ് പ്രോസസ്സ്, ഇവിടെ ശ്രദ്ധിക്കണം. സ്റ്റാഫിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് പറയാനുണ്ട്. ഇത് രണ്ടും മാറിപ്പോവരുത്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ദി മാൻ പവർ റിക്വയർമെൻറ്റ്സ്, സെക്കൻഡ് വൺ റിക്രൂട്ട്മെൻറ്റ്, തേർഡ് വൺ സെലക്ഷൻ, ഫോർത്ത് വൺ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ഫിഫ്ത്ത് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സിക്സ്ത് വൺ പെർഫോമൻസ് അപ്രൈസൽ, ദെൻ സെവൻത്ത് വൺ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, എയ്ത്ത് വൺ കോമ്പൻസേഷൻ. ഈ 8 എണ്ണമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് എസ്റ്റിമേറ്റിംഗ് ദി മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ആ ടേമിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് കൃത്യമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ജനറൽ മാനേജർ എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് വേണം, അല്ലെങ്കിൽ എത്ര ജനറൽ മാനേജർക്ക് താഴെ പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, ഇങ്ങനെ ഓരോ ഇതിലും നമുക്ക് ആവശ്യമായ മാൻ പവർ എത്രയാണ് എന്ന് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ദെൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഓർ എംപ്ലോയീസ് ഓർ സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ മാൻ പവറിന് എത്രയാണ് വേണ്ടത് എന്ന് എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എംപ്ലോയീസിനെ അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പരസ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ആണ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ കിട്ടിയ അപ്ലിക്കേഷനുകളിൽ നിന്ന്, അപേക്ഷകളിൽ നിന്ന് നമ്മൾ ഏറ്റവും സ്യൂട്ടബിളായ, ഏറ്റവും കാലിബറുള്ള, ഏറ്റവും എഫിഷ്യൻ്റായ റൈറ്റ് എംപ്ലോയിയെ സെലക്ട് ചെയ്യുക എന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് വൺ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ.
ഓറിയൻറ്റേഷൻ നിങ്ങൾക്കറിയാം, ഇൻട്രഡ്യൂസിങ് ദി ഓർഗനൈസേഷൻ ടു ദി ന്യൂലി അപ്പോയിൻറ്റഡ് എംപ്ലോയീസ്. ആ പുതിയ എംപ്ലോയിക്ക് നമ്മുടെ സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടുത്തെ റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, വർക്കിംഗ് ടൈം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നു. അതിനുശേഷം അയാളുടെ ക്യാബിനിൽ കൊണ്ടുപോയിട്ട് അയാളുടെ പൊസിഷൻ അല്ലെങ്കിൽ അയാളുടെ പോസ്റ്റ് ഏതാണ് അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി അയാൾക്ക് ജോബിന് വന്നതിന് ശേഷം അയാൾക്ക് മേ ബി 3 മാസമൊക്കെ ട്രെയിനിങ് പീരീഡ് ആയിരിക്കാം. എങ്ങനെയാണ് ജോബ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അയാളുടെ ടാസ്ക്, എന്തൊക്കെയാണ് അയാളുടെ ജോബ്, അയാൾക്ക് അതിലൊരു ചെറിയ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു, പരിശീലനം നൽകുന്നു. ദാറ്റ് ട്രെയിനിങ്. അതും അയാളുടെ സ്കില്ലും അയാളുടെ എഡ്യൂക്കേഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു നിശ്ചിത പീരീഡിന് ശേഷം 6 മന്തോ 1 ഇയറോ ശേഷം ആ എംപ്ലോയിയുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് അയാളുടെ മറ്റുള്ള സ്റ്റെപ്പിലേക്കൊക്കെ പ്രൊമോഷനാണോ അല്ലെങ്കിൽ ജോബ് റൊട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നൽകുന്നത് പെർഫോമൻസ് അപ്രൈസിലാണ്. ദെൻ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അയാളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ബെനിഫിറ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പുറത്ത് ഏതെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ ഏരിയയിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അയാളെ പറഞ്ഞയക്കുക, അയാളുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയുള്ള അയാൾക്കുള്ള ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്ങിൽ പറയുന്നത്. ദെൻ കോമ്പൻസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോമ്പൻസേഷൻ. ഒരു എംപ്ലോയിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അയാളുടെ കോമ്പൻസേഷനാണ്. എസ്റ്റ് വേജ് ആൻഡ് സാലറി പ്ലാൻസ് ഫോർ ദെയർ എംപ്ലോയീസ്. ആ എംപ്ലോയീസിന് ഏറ്റവും സ്യൂട്ടബിളായ അവരുടെയും ഫേമിനും കൂടി എഫിഷ്യൻ്റായ എംപ്ലോയിയുടെ മാത്രമല്ല രണ്ടിനും കൂടി സ്യൂട്ടബിളായ ഒരു പേയ്മെൻറ്റ് സ്കെയിൽ ഡിറ്റർമൈൻ ചെയ്യുകയും അതുമാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് പറയാനുണ്ട്, അവിടെ പറയാം. ദെൻ റിക്രൂട്ട്മെൻറ്റ്. ഒന്നാമത്തെ എസ്റ്റിമേറ്റ് മാൻ പവർ റിക്വയർമെൻറ്റിന് ശേഷം നമ്മുടെ ഒന്നാമത്തേതാണ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമായിട്ടും നമ്മുടെ എംപ്ലോയീസ് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആളുകളെ ചെയ്യുന്നു. ആ ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായിട്ട് 2 സോഴ്സിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സ്, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സിൽ 2 രീതിയിലാണ്, ഒന്നുകിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ. ഈ 2 എണ്ണമാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനകത്തുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് എംപ്ലോയിയുടെ ഒരു ലെവലോ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അയാളുടെ പേയ്മെൻറ്റോ ഒന്നും മാറുന്നില്ല. ഒരു ജോബിൽ നിന്ന് അയാളെ മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്നാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ ഹയർ പൊസിഷൻ, അവിടെ ഒരു ഹയർ പൊസിഷനും ഹയർ പേയ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നു, അതിനാണ് പ്രൊമോഷൻ എന്ന് പറയുക. ഇത് രണ്ടും ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇവിടുത്തെ ഒരു വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദർ ഈസ് നോ ഫ്രഷ് ബ്ലഡ്. പുതിയ ടാലൻ്റ് അല്ല കിട്ടും, പുതിയ ബ്ലഡിനെ അല്ല നമുക്ക് കിട്ടുന്നത് സ്ഥാപനത്തിനകത്ത് ഓൾറെഡി ഉള്ള സ്ഥാപനം. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ പുതിയതൊന്നും കിട്ടാൻ സാധ്യതയില്ല ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിൽ. പിന്നെ മാത്രമല്ല അത് ഇൻഡിവിജ്വൽ ആയിക്കൊണ്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്, കൃത്യമായി ഇൻ്റർവെല്ലുകൾ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയീസ് മടിയന്മാരായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. ആ പോയിൻറ്റ്സൊക്കെ കൃത്യമായി നമ്മൾ നോട്ടിൽ പറയുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ സോഴ്സ് ആണെങ്കിൽ പ്രധാനമായിട്ടും സാധാരണഗതിയിൽ പറയാറുള്ളത് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സാണ് എന്നാണ്. അവിടെ നമുക്ക് ഒരുപാട് എഫിഷ്യൻ്റായ യങ്സ്റ്റേഴ്സായ നല്ല എന്താ പറയുക കേപ്പബിളായ എംപ്ലോയീസിനെ നമുക്ക് കിട്ടുന്നു, ഫ്രഷ് ടാലൻറ്റഡ് എംപ്ലോയീസിന് കാൻഡിഡേറ്റ്സിന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവിടെ ഡിഫറെൻറ്റ് സോഴ്സുകൾ പറയുന്നു. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, ദെൻ കാഷ്വൽ കോളേജ്, അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, പ്ലേസ്മെൻറ്റ് ഏജൻസി ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, റെക്കമെൻഡേഷൻസ് ഓഫ് എംപ്ലോയീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ, വെബ് പബ്ലിഷിംഗ്, ഇങ്ങനെയൊക്കെ ഡിഫറൻറ്റ് സോഴ്സുകളിലൂടെയാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിലൂടെ എംപ്ലോയീസിനെ കണ്ടെത്താറുള്ളത്. അത് ഓരോന്നിനെ കുറിച്ചും നിങ്ങളൊന്ന് വായിച്ച് ഐഡിയ ഉണ്ടാക്കി വെക്കുക. പ്രധാനമായിട്ടും ചിലപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നതാണ്, ഓരോന്നും നമ്മൾ പറയാറുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച ഇൻഫർമേഷൻ പൂളിൽ നിന്നൊക്കെ നമ്മൾ നേരെ വാങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നിലവിലുള്ള എംപ്ലോയി പറയുകയാണ് ഇന്ന സ്ഥാപനത്തിൽ ഇന്നൊരു എംപ്ലോയി നമ്മുടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്നു. കാഷ്വൽ കോളേജ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ചന്വേഷിക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ് പത്രങ്ങളിലോ മറ്റു മീഡിയകളിലൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ, നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ ഗവൺമെൻറ് സംവിധാനത്തിലൊക്കെ അവിടെയൊക്കെ വല്ല ഇതിലൂടെയൊക്കെ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന എക്സ്റ്റേണൽ സോഴ്സിലൂടെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ് റിക്രൂട്ട്മെൻറ്റ്, ഇപ്പോൾ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്.
ദെൻ പ്ലേസ്മെൻറ്റ് ഏജൻസീസ്, ഇപ്പോൾ നമ്മളൊക്കെ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പരസ്യം കാണാറുണ്ട്, ജോലി ആവശ്യമുള്ളവരും ജോലിക്കാർ ആവശ്യമുള്ളവരും, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്ലേസ്മെൻറ്റ് ഏജൻസികളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസോ ഒക്കെ ഉണ്ടാവും. അവരുടെ അടുത്ത് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഡാറ്റയും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ജോലിക്കാരനെ വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടൻറ്റിന് വേണം, അല്ലെങ്കിൽ ഒരു മാനേജർ വേണം, ഒരു പ്രൊഡക്ഷൻ മാനേജർ വേണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അവരാണ് നമുക്ക് പിന്നെ അവർ എംപ്ലോയിയെ തരുന്നത്. ദെൻ റെക്കമെൻഡേഷൻസ് ഓഫ് എംപ്ലോയീസ്, നിലവിലുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും എംപ്ലോയി റെക്കമെൻഡ് ചെയ്യാണ് അവൻ്റെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ. ദെൻ ലേബർ കോൺട്രാക്റ്റേഴ്സ്, അല്ലെങ്കിൽ പുറത്തുള്ള ഒരുപാട് എംപ്ലോയി ലേബർ കോൺട്രാക്റ്റ് അവരിൽ നിന്നൊക്കെ വാങ്ങുന്നു. ദെൻ അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ, ടി വിയിൽ പരസ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മീഡിയയിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു, വെബ് പബ്ലിഷിംഗ്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് പേഴ്സണലാണ്. നമുക്ക് ഏറ്റവും ക്വാളിഫൈഡ് ആയ ആളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഫ്രഷ് ടാലൻസ് ആണ്, ഏറ്റവും പുതിയ ആളുകളെ നമുക്ക് കിട്ടുന്നു. ദെൻ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, നല്ല മത്സരക്ഷമതയുള്ള പുതിയ കോമ്പറ്റീറ്റീവ് വേൾഡിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇതിൻ്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലെങ്തി പ്രോസസ്സാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ലെങ്തി പ്രോസസ്സാണ്, മാത്രമല്ല ഹൈലി കോസ്റ്റ് പ്രോസസ്സ് കൂടിയാണ്. ഡിസാറ്റിസ്ഫൈങ് ആയ എക്സിസ്റ്റിംഗ് സ്റ്റാഫ്, ഇത് ചിലപ്പോൾ നിലവിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫിനിടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് റിക്രൂട്ട്മെൻറ്റ്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു 2 സോഴ്സാണ്, ഇൻറ്റേർണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ്. അതിൻ്റെ ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്നുള്ളത് പറഞ്ഞു. അടുത്തതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ അപ്ലിക്കേഷൻ സ്വീകരിച്ച റിക്രൂട്ട്മെൻറ്റ് വഴി നമുക്ക് കിട്ടിയ ബയോഡാറ്റകളിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റായ എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പരീക്ഷകൾ നടത്താറുണ്ട്, ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്, ഇങ്ങനെ ഒരുപാട്. അവിടെ അതായത് നേരത്തെ പറഞ്ഞു പ്രോസസ്സ് ഓഫ് സെലക്ഷനും സ്റ്റാഫിംഗ് പ്രോസസ്സും മാറിപ്പോവരുത്. സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്ക്രീനിങ് ആണ്. പ്രിലിമിനറി സ്ക്രീനിങ് നമ്മൾ ആദ്യം തന്നെ കിട്ടിയ ആ ബയോഡാറ്റകളെ ഒന്ന് സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ വിചാരിച്ച നമ്മൾ എല്ലാ ക്രൈറ്റീരിയാസും നമ്മുടെ ഏജ് ലിമിറ്റിനുള്ളിൽ നമ്മുടെ ക്വാളിഫിക്കേഷനുള്ളിലൊക്കെ ഉള്ള അപ്ലിക്കേഷൻ ബയോഡാറ്റകളെ നമ്മൾ ചെയ്യുന്നു. അതാണ് പ്രിലിമിനറി സ്ക്രീൻ. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻറ്റ് സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നു. അതിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം അയാളെ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. തേർഡ് സ്റ്റെപ്പ് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിലൂടെ നമ്മളൊരു ഒരു ഡെപ്ത് കോൺവെർസേഷൻ നടക്കുന്നു. എംപ്ലോയറും കാൻഡിഡേറ്റും തമ്മിലുള്ള ഒരു ഡെപ്ത് കോൺവെർസേഷൻ നടക്കുന്നു. ദെൻ അതിനുശേഷം റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ആ എംപ്ലോയിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം സെലക്ഷൻ ഡിസിഷൻ, നമ്മൾ അയാളെ എടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുന്നു. ദെൻ അതിനുശേഷം അയാളോട് മെഡിക്കൽ എക്സാമിനേഷൻ ഹാജരാകാൻ വേണ്ടി പറയുന്നു. മെഡിക്കലി അയാൾ ഫിറ്റ് ആണെങ്കിൽ അയാൾക്ക് നമ്മൾ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നു. ജോബ് ഓഫർ കിട്ടിയതിന് ശേഷം അയാളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്മളുടെ ജോലിയിൽ അയാൾ സൈൻ ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് അവസാനിച്ചു. ഇത്രയും കാര്യങ്ങളാണ്. മാറിപ്പോകരുത്. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും രണ്ടും ഡിഫറെൻറ്റ് ടേമാണ്, മാറിപ്പോകരുത്. ദെൻ അടുത്തതാണ്, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അടുത്ത സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ലേണിംഗ്. അവിടെ കൃത്യമായ പഠനം നടക്കുന്നു. മാത്രമല്ല എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു, കൃത്യമായിട്ട് വേസ്റ്റേജ് കുറക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ലേണിംഗ് ഓപ്പർ ഡിസൈൻ ടു ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ. അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കുന്നു. അതുകൂടിയാണ് ഡെവലപ്മെൻറ്റ് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാറിപ്പോകരുത്. പ്രധാനമായിട്ടും ട്രെയിനിങ് മെത്തേഡ്സ് ഇവിടുന്ന് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രെയിനിങ് മെത്തേഡ്സാണ്. ഒന്ന് ഓൺ ദി ജോബ് ട്രെയിനിങ്ങും, 2 ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും. ഓൺ ദി ജോബ് ആ ട്രെയിനിലുണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ട്രെയിനിങ്. രണ്ടാമത്തത് ഓഫ് ദി ജോബ് ട്രെയിനിങ് ആണ്. ജോലി ചെയ്യുന്നില്ല, അപ്പോൾ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. ഓൺ ദി ജോബ് ട്രെയിനിങ് വരുന്നത് അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാംസ് ആണ്. സെക്കൻഡ് വൺ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ, കോച്ചിങ്. അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്ററുടെ കീഴിൽ നമ്മൾ ഒരു അപ്രൻറ്റീസ് അല്ലെങ്കിൽ ഒരു മാസ്റ്ററുടെ കീഴിൽ എംപ്ലോയീസിനെ കൊണ്ടുവന്നിടുകയും അവർക്ക് ട്രെയിനികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുകയും അതുവഴി അവരെ ജോബ് ചെയ്യുന്നു. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു കൊലാബറേഷൻ, ഒരു ഐക്യം ഉണ്ടാക്കുന്നു, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ആ ഫേമിൽ പോയിക്കൊണ്ട് അവിടുത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. ദെൻ ജോബ് റൊട്ടേഷൻ,
ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരാൾക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് ജോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ കോച്ചിങ്, അയാളുടെ കൂടെ തന്നെ ആ ട്രെയിനീസിൻ്റെ കൂടെ നിന്നുകൂടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുട്ബോളിലൊക്കെ നമ്മൾ കോച്ച് കൊടുക്കുന്നത് നമുക്കറിയാൻ പറ്റും. അവരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് അതിനാണ് നമ്മൾ കോച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾ പറയാറുള്ളത് ക്ലാസ് റൂം ലെക്ചേഴ്സ്. ഇതുപോലെ നമ്മൾ ഒരു ക്ലാസ് റൂമിനകത്ത് എംപ്ലോയീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നു. നമ്മളങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലി എന്നൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ. ദാറ്റ് ഈസ് ക്ലാസ് റൂം ലെക്ചേഴ്സ്. ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മളൊരു ഫിലിമും രൂപേണ നമ്മൾ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കേസ് സ്റ്റഡി, ഓർഗനൈസേഷൻ്റെ കേസുമായി റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള ഒരു കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും അത് പഠിക്കാൻ അങ്ങനെ കേസ് സ്റ്റഡി നടത്താൻ കൊടുക്കുന്നു. ദെൻ കമ്പ്യൂട്ടർ മോഡലിംഗ് ഡെമോ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാൻ പറ്റും ഈ നമ്മുടെ ആക്ടിവിറ്റിയുടെയൊക്കെ ഒരു കമ്പ്യൂട്ടർ മോഡലിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെ ആക്ച്വലി എങ്ങനെയൊക്കെയാണോ സാധനങ്ങളുള്ളത് അതുപോലെ ബട്ട് ആക്ച്വൽ വർക്കല്ലതാണ്. അങ്ങനെ കമ്പ്യൂട്ടർ മോഡൽ വഴി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്, ഇൻകോർപ്പറേറ്റ് പ്രീ അറേഞ്ച് ആൻഡ് പ്രപ്പോസ്ഡ് അക്വിസിഷൻ ഓഫ് സം സ്പെസിഫിക് സ്കിൽ ഓഫ് നോളജ്. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അതുവഴി അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു. ദെൻ നമ്മുടെ മെഷീനറി പോലെയുള്ള ഒറിജിനൽ മെഷീനറീസ് അവർക്ക് യൂസ് ചെയ്യാനുള്ളതല്ല, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അവർക്ക് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുകയും അതുവഴി അവർ ജോലി ചെയ്ത് പഠിക്കുകയും മെഷീനറിക്ക് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യിക്കേണ്ടതെന്ന് പഠിക്കുകയും അതിനുശേഷം മാത്രം അവർക്ക് ഒറിജിനൽ യൂണിറ്റിൽ ഇത് നൽകുകയും ചെയ്യുന്നതിനാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ദെൻ ഓഫ് ദി ജോബ് ട്രെയിനിങ്, അതോട് കൂടിയിട്ട് ഈ സ്റ്റാഫിങ്ങിൻ്റെ ചാപ്റ്റർ കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ 4 ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് പറഞ്ഞ മാർക്കറ്റിംഗ്, സെക്കൻഡ് പറഞ്ഞ ഫിനാൻഷ്യൽ ഡയറക്റ്റിംഗ്, തേർഡ് പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫോർത്ത് പറഞ്ഞ സ്റ്റാഫിംഗ്. ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ട് ഏകദേശം 40 മുതൽ 44 മാർക്കിന് വരെ ചോദ്യം വരാറുണ്ട്. ഒരു 24 മാർക്ക് പാസ്സാവാൻ ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ വരെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു ചെയ്യുക. ബാക്കി ഒരു ചെറിയ ഇൻ്റർവ്യൂ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞ 4 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ഒരു 26 മാർക്കിന് വരെ 26 മുതൽ 30 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ദെൻ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ്. ഈ ചാപ്റ്ററുകളാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. നമ്മളൊന്ന്
ഒന്നുകൂടി സ്പീഡാവും നമ്മൾ. ഇതുകൂടി കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ള സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാൻ പറ്റും. രണ്ടാമത്തെ ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അവിടെ വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ അവിടുന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 6 മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. ശ്രദ്ധിക്കുക, അവിടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലറിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്സ് പറയാറുണ്ട്, സയൻറ്റിഫിക് ടെക്നിക്സ് പറയാറുണ്ട്. ദെൻ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 പ്രിൻസിപ്പിൾസ് ഹെൻറി ഫയോളിൻ്റെ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മേ ബി ചോദിച്ച് കാണാറില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കണ്ട, ചോദിക്കാറുണ്ട്. ദെൻ ടെക്നിക്സിൽ തന്നെ നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒക്കെ പറയാറുണ്ട്. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിലെ ഫുള്ള് മാർക്കുകളും സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാം. വളരെ സിമ്പിളാണ്. അതിലെ 14 പ്രിൻസിപ്പിൾസ് അത് essay ചോദിക്കാൻ സ്ഥിരമായി ചോദിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. അതിലൊന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടേണർ ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ് ആൻഡ് എസ്പിരിറ്റ് ഡി കോപ്സ്. ഈ 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഡിവിഷൻ ഓഫ് വർക്ക് ആയാലും അവിടെ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻ എംപ്ലോയി, ഒരു എംപ്ലോയിയാണ്. ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറുടെ അടുത്തുനിന്ന് മാത്രം ഓർഡർ സ്വീകരിക്കുകയും അയാളോട് മാത്രം ആൻസറബിൾ ആവുകയും ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആസ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, ഒരു സ്ഥാപനം മൊത്തം ഓർഗനൈസ് ഒബ്ജക്റ്റീവിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് സ്കലാർ ചെയിനും ഗാങ് പ്ലാങ്കും ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സ്കലാർ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റി ഓഫ് കമാൻഡ് എങ്ങനെ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ആ ഒരു കൃത്യമായ ചാനലിൽ തന്നെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനാണ് സ്കലാർ ചെയിൻ പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേറ്റ് സെയിം, ആ ഒരു ഒഫീഷ്യൽ ലൈനിലൂടെ മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കലാർ ചെയിൻ എന്ന് പറയാറുള്ളത്. എന്നാൽ ഗാങ് പ്ലാങ്ക് എന്താണ് എന്നതാണ് ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർസെക്ഷൻ ഓർ ഷോർട്ട് സർക്യൂട്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. 2 ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസ് ആയിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഷോർട്ട് സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഓരോ ടേമിനെയും നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ സിമ്പിളായിക്കൊണ്ട് പറയുന്ന വല്ല ടേമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് വെക്കുക. അങ്ങനെയൊക്കെ 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാം. 14 പ്രിൻസിപ്പിളും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. ഏതെങ്കിലും എനി 5 അല്ലെങ്കിൽ എനി 6, എനി 7, എനി 8 പ്രിൻസിപ്പിൾസൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്നതുമായി റിലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണ് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇതിനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സാണ്. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക്സ് മാനേജ്മെൻറ്റിൽ ഒന്നാമത് പറയുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. നിർബന്ധമായിട്ടും ആ ഏരിയയിൽ നിന്ന് മോഡൽ എക്സാമിന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയകളാണ്. അവിടെ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് ഫാക്ടറി മാനേജറിന് 2 പ്രധാന ഫംഗ്ഷൻ, ഒന്ന് പ്ലാനിങ് ഫംഗ്ഷൻ, പ്ലാനിങ് ചാർജിനെയും മറ്റൊന്ന് പ്രൊഡക്ഷൻ ഇൻചാർജും, ഇങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ പിന്നെ അതിൻ്റെ കീഴിലുള്ള എംപ്ലോയീസിനെ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറി, ദീസ് ആർ കം അണ്ടർ ദി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇവിടെ നമുക്ക് ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെക്കുക, 3 ക്ലർക്കും ഒരു ഡിസിപ്ലിനറിയനാണ് പ്ലാനിങ്ങിലുള്ളത്. എന്നാൽ പ്രൊഡക്ഷനിലുള്ളത് 3 ബോസും ഒരു ഇൻസ്പെക്ടറുമാണ്. ഇവരുടെയൊക്കെ താഴെയാണ്, ഓരോരുത്തർക്കും കീഴിലാണ് വർക്കേഴ്സ് വരുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ നോട്ട്സിലോ നിങ്ങളുടെ ടെക്സ്റ്റിലോ കൃത്യമായിട്ടും ഗ്യാങ് ബോസിൻ്റെ പണി എന്താണ്, റൂട്ട് ക്ലർക്ക് എന്താണ്, ഇൻസ്ട്രക്ഷൻ കാർഡ്, ഓരോരുത്തരുടെ ഡ്യൂട്ടിയും പറഞ്ഞു. അത് ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ സയൻറ്റിഫിക് ടെക്നിക്ക് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കാണ്. നമുക്കറിയാൻ പറ്റും, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എവരി ബിസിനസ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുക. ദെൻ സിംപ്ലിഫിക്കേഷൻ എയിംസ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ അൺനെസസറി ഡൈവേഴ്സിറ്റി, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുന്നതിനെയാണ് സിംപ്ലിഫൈ ചെയ്യുക. കാരണം
ഹാർഡായ അല്ലെങ്കിൽ റിജിഡായ പാർട്സൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ആളുകൾ യൂസ് ചെയ്യുന്നത് സിമ്പിളാണ്. നമുക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് പ്രൊഡക്റ്റിനെയാണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയുക. ദെൻ അവിടെ അടുത്ത് 4 സ്റ്റഡി പറയുന്നു. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. വളരെ സിമ്പിളാണ്, 4 ഓർത്ത് വെക്കുക. മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോബ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. ബട്ട് അതിന് ഏറ്റവും ബെസ്റ്റായ മെത്തേഡിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു മെഷീനറിയുടെ മൂവ്മെൻറ്റിനെയാണ്, മോഷൻ ചലനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. വി കാൻ അവോയ്ഡ് ഓർ എലിമിനേറ്റ് അൺനെസസറി മൂവ്മെൻറ്റ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മൂവ്മെൻറ്റ്സിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ട് ടൈം. നമുക്ക് ആ ജോബ് പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ടൈമാണോ ആവശ്യമുള്ളത് ആ ടൈമിനെയാണ് നമ്മൾ ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ഫാറ്റിക് സ്റ്റഡി, ഏത് ഫ്രീക്വൻസിയിലാണ് ഇൻ്റർവെല്ല് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ക്ലാസ് നടക്കുമ്പോൾ തന്നെ ചില ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ ഇൻ്റർവെൽ സമയങ്ങളിൽ കൃത്യമായിട്ടൊരു എംപ്ലോയി കൃത്യമായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ അയാൾക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എത്ര സമയം വർക്ക് ചെയ്യാൻ കഴിയുന്നു അതിനാണ് നമ്മൾ ഫാറ്റിക് സ്റ്റഡി, ക്ഷീണ പഠനം എന്നൊക്കെ പറയും. പേടിക്കണ്ട, സിമ്പിളാണ്. ക്ഷീണം ആ ടേമിൽ തന്നെ ഉണ്ട്. സമയപഠനം, ചലന പഠനം, മെത്തേഡ് സ്റ്റഡി, രീതി പഠനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. ദെൻ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇത് ചിലപ്പോൾ സിംഗിളായിട്ട് തന്നെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചോദിക്കാറുണ്ട്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത് FW ടൈലർ പറയുന്നത് സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനും ഒരേ സാലറി കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരേ വേജ് കൊടുക്കാൻ പറ്റില്ല. നന്നായി പ്രൊഡക്ടിവിറ്റി ഉള്ള, നന്നായി സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിൽ, അവരുടെ പ്രൊഡക്ഷൻ്റെ നമ്പർ ഓഫ് ഗുഡ്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അതിൻ്റെ ബേസിൽ അവരുടെ വേജ് സിസ്റ്റം മാറ്റണം. എന്നാലേ അവിടെ ഒരു എംപ്ലോയീസിനിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. പ്രധാനമായിട്ടും ഓർത്തു വെക്കുക, ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും FW ടൈലറിൻ്റെ സയൻറ്റിഫിക് ടെക്നിക്സും ആണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ദെൻ അവിടെ ഓർത്തു വെക്കേണ്ടത് സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. എന്തിനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. യൂണിവേഴ്സൽ പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് സാധ്യത ഒരുക്കുന്നു. ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. ദെൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ദെൻ സയൻറ്റിഫിക് ഡിസിഷൻ. ദെൻ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. പുതിയ ലോകവുമായിട്ട് അല്ലെങ്കിൽ പുതിയ എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്. ദെൻ മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇതിനൊക്കെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗപ്പെടുന്നത്. ദെൻ നാച്ചുർ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, ജനറൽ ഗൈഡ് ലൈൻസ്, ഫ്ലെക്സിബിൾ ഡിമാൻഡ് ആൻഡ് മെയിൻലി ബിഹേവിയർ, ജനറൽ ഗൈഡ് ലൈൻസ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, കണ്ടിൻജൻറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ നാച്ചുറായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ നാച്ചുറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതാണ് പിന്നെ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നാച്ചുർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഏകദേശം ഒരു 5 മുതൽ 7 മാർക്കിന് വരെ ഇവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്. അവിടെ നമുക്കറിയാം വളരെ സിമ്പിൾ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ എന്താണ് മാനേജ്മെൻറ്റ്, ഡിഫൈൻ മാനേജ്മെൻറ്റ് ചോദിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. അത് ആരുടെ ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ മാനേജ്മെൻറ്റിനെ കൊടുത്ത ഡെഫിനിഷൻ ഏതാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഡെഫിനിഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസിയാണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ടാസ്ക് ക്ലിയർലി, ആ ഒരു ടാസ്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. എന്നാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റാണ്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആ ടാസ്കിന് ചെയ്യുന്നതിനാണ് എഫിഷ്യൻസി. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് 2 sides ഓഫ് എ കോയിൻ, ഇതൊരു കോയിൻ്റെ 2 പുറങ്ങളാണ് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദെൻ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്, പെർവേസീവാണ്, മൾട്ടി ഡയമെൻഷനിലാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഡൈനാമിക് ഫംഗ്ഷനാണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ്, സോഷ്യൽ പ്രോസസ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിലുണ്ടാവും. ഓർത്ത് വെക്കുക. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഓടിച്ചു വിടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റായിട്ട് ചോദിക്കില്ല വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ്
മാനേജ്മെൻറ്റ് എന്ന് ചിലപ്പോൾ ചോദിക്കില്ല. ഇതിലേതെങ്കിലും മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് എക്സ്പ്ലെയിൻ, പെർവേസീവ് എക്സ്പ്ലെയിൻ, ഇങ്ങനെ ഏതെങ്കിലും ടേം എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ എക്സ്പ്ലെയിൻ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നു എക്സ്പ്ലെയിൻ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇങ്ങനെ കൃത്യമായിട്ട് പോകുന്നു. എഗെയിൻ നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത പ്ലാൻ ഉണ്ടാക്കുന്നു. അതൊരു സൈക്ലിക് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് ആണ്. സിമ്പിൾ: ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മാനേജ്മെൻറ്റ്. നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും 3 പറയുന്നു. മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് എൻ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ട്, മാനേജ്മെൻറ്റ് ആർട്ടാണ് എന്ന് പറയാനുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, മാനേജ്മെൻറ്റ് സയൻസ് ആണ് പറയാനുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, മാനേജ്മെൻറ്റ് പ്രൊഫഷനാണ് എന്ന് നമുക്ക് സമർത്ഥിക്കാനുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, കിരൺ ഈസ് എ മാനേജർ ഇൻ XYZ കമ്പനി, എക്സ്പ്ലെയിൻ വാട്ട് ആർ ഇറ്റ്സ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ തിങ്ക് ചെയ്യുന്നു മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്, നിങ്ങൾ എന്നെ അനുകൂലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ യുവർ ആൻസർ, ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് ഇത്രയും പോയിൻറ്റ്സ് വേണം. ദെൻ പുതിയ ലോകത്ത് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, സയൻസും ആർട്ട് കൂടിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. ദെൻ അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം പ്രധാനമായിട്ടും 3 ലെവലാണ് മാനേജ്മെൻറ്റിനുള്ളത്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതിലറിയാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ മാനേജേഴ്സ്, ചെയർമാൻ, പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള ടോപ്പ് അതോറിറ്റി ഓഫ് ദി ഫേമിനെയാണ് നമ്മളെന്ത് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ, സെക്ഷണൽ മാനേജേഴ്സ്, ഇവരൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് വരുന്നത് സൂപ്പർവൈസേഴ്സ്, സൂപ്രണ്ടുമാർ, ഇവരൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റിയും അവിടെ തന്നിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ലെവലിലുള്ള മാനേജറുടെ ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. ജോ കുമാർ ഈസ് ദ പ്ലാനിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. കുമാർ വിച്ച് കണ്ടെയ്ൻസ് വിച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഓർ വാട്ട് ആർ ഇറ്റ്സ് അതർ ഫംഗ്ഷൻസ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതു ലെവലിലാണ്, അയാളുടെ മറ്റു ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ആർ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്നൊന്നുമല്ല ചോദിക്കുക. മേ ബി ചിലപ്പോൾ ചോദിക്കുന്ന വേറൊരു സാധനം എന്ന് പറയുന്നത് ഇതിലുള്ള പാർട്ടിസിപ്പൻസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ്. ഈ പാർട്ടിസിപ്പൻസിനെ ഗ്രൂപ്പായി തന്നിട്ട് അതിനെ ചിലപ്പോൾ നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാൻ പറയും ബേസ്ഡ് ഓൺ ദി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓരോരുത്തരും ഏതൊക്കെ ലെവലിലാണ് ഉള്ളത് എന്ന് നിങ്ങളോട് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറയാറുണ്ട്. ദെൻ അടുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം, നമ്മൾ സാധാരണ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കോഡ് പോസ്റ്റ് DC 5 ഫങ്ഷനാണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഈ 5 നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാറുള്ളത്. പ്ലാനിങ് നമുക്കറിയാം, അതിൽ സ്റ്റാഫിങ്ങും ഡയറക്റ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്ലാനിങ് നമുക്കറിയാം, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു. നമ്മൾ നേരത്തെ ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ്റെ ഗോളും ഒബ്ജക്റ്റീവും ഒക്കെ നമ്മൾ വളരെ നേരത്തെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നു. അതിന് നമ്മൾ പ്ലാനിങ് എന്ന് പറയാം. ഓർഗനൈസിങ് എന്ന് പറയുന്നത് അസൈനിങ് ഡ്യൂട്ടീസ്, ഗ്രൂപ്പിംഗ് ടാസ്ക്. അങ്ങനെ നമ്മൾ ഓരോ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഓരോരുത്തരുടെ ടാസ്ക് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുക. സ്റ്റാഫിങ്ങും ഡയറക്റ്റും നേരത്തെ നമ്മൾ പറഞ്ഞു, റൈറ്റ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റിനെ ഇതുവരെ ലീഡ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ദെൻ കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാനേജ്മെൻറ്റ് ഫംഗ്ഷനുകളെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് കൺട്രോളിങ് ഫംഗ്ഷൻ പറയുന്നത്. ആ ചാപ്റ്ററിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഓർത്തു വെക്കുക കോർഡിനേഷനാണ്. കോർഡിനേഷൻ ഇസ് ദി എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയാറുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ കോർഡിനേഷൻ മാനേജ്മെൻറ്റ് എസെൻസ് ആണ് എന്ന് പറയുന്നത്. ബിക്കോസ് കോർഡിനേഷൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, അറ്റ് ഓൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലും, നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഈ 3 ലെവലിലും പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഈ ഫംഗ്ഷനിലും കൃത്യമായിട്ട് കോർഡിനേഷൻ ഉണ്ടായാൽ മാത്രമേ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോർഡിനേഷൻ ഒരു മാനേജ്മെൻറ്റിൻ്റെ എസെൻസ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ
ഇതോട് കൂടിയിട്ട് ആ ചാപ്റ്ററും അവിടെ അവസാനിക്കുകയാണ്. ദെൻ അടുത്ത് നമുക്ക് പോകാനുള്ളത് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഫങ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് നമുക്കറിയാം, നമ്മളൊക്കെ ട്രിപ്പോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ പ്ലാൻ ചെയ്യുന്നതാണ്. എന്താണ് നാളെ എന്തു ചെയ്യണം എന്നത് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ നമ്മൾ തീരുമാനിക്കുന്നു വാട്ട് ടു ബി ഡൺ, ഹൗ ടു ബി ഡൺ, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹും ടു ഡു ഇറ്റ്, ആര് ചെയ്യും, എന്തു ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴിരുന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. ഡയറക്ഷൻ കാണിക്കും, പ്രൊവൈഡ്സ് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി, ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. കോർഡിനേഷൻ ഇങ്ങനെ ഒരുപാട് അതിൻ്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് പറയുന്നു. എന്തൊക്കെയാണ് പ്ലാനിങ് ഓർത്തു വെക്കുക. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്, പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ് ഈസ് പെർവേസീവ്, ദെൻ പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്, പ്ലാനിങ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മെൻ്റൽ എക്സസൈസ്. ഇത്രയും കാര്യങ്ങൾ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. ഓർത്ത് വെക്കുക പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സും പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ നേരത്തെ പറഞ്ഞത്. ദെൻ അടുത്തത് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. എന്തുകൊണ്ട് പ്ലാനിങ്ങിന് എന്തൊക്കെ പരിമിതികളാണുള്ളത് എന്നതാണ്. അവിടെ കോസ്റ്റ്ലി പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, റിജിഡിറ്റിയാണ്. നമ്മളൊരിക്കൽ ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാനിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റിലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചിലപ്പോൾ പ്ലാൻ മാറ്റാൻ സാധിക്കില്ല. അതിനാണ് പ്ലാനിങ് റിജിഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. ദെൻ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ അതിൽ ക്രിയേറ്റിവിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിജയം സക്സസ് ഗ്യാരണ്ടി തരുന്നില്ല. ഇങ്ങനെയൊക്കെ പോയാൽ മേ ബി എ സക്സസ്, അവിടെ വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഹൈലി ചേഞ്ചബിൾ എൻവയോൺമെൻറ്റ് ആണ്, ഡൈനാമിക്കാണ്. ആ സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്ലാനിങ് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ദെൻ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലാനിങ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ഓടിച്ച് പറയാം. സെറ്റിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഹെഡാണ്. പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസർട്ടൻ ആൻഡ് എവറി പ്ലാനർ ഈസ് യൂസിങ് അസംഷൻസ് അബൌട്ട് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ദ അസംഷൻസ് ആർ കോൾഡ് പ്ലാനിങ് പ്രിമൈസസ്. ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിലേറ്റഡ് അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷനെ നമ്മൾ വ്യത്യസ്ത തരത്തിലതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്, നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓരോ ഓൾട്ടർനേറ്റീവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, നമ്മൾ ഏറ്റവും ബെസ്റ്റായ ഒരു ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻസ്, നമ്മൾ അതുമായിട്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുന്നു. ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ, ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫോളോ അപ്പ് ആക്ഷൻ, നമ്മൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിയിട്ട് അങ്ങനെ പോകുന്നു. ഇത്രയാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കുക. 5 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഡിസോർഡറിൽ തന്നിട്ട് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 തന്നിട്ട് എന്നെ അറേഞ്ച് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാസ്റ്റാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഈ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് പ്ലാൻസ്, അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂള്, പ്രോഗ്രാം, ബഡ്ജറ്റ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോളിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ സ്ട്രാറ്റജിയെ അല്ലെങ്കിൽ അയാളുടെ മാർക്കറ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ സ്ട്രാറ്റജി, തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ യുദ്ധത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുക, തന്ത്രങ്ങൾ എന്ന് പറയാറുള്ളത്. എന്നപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോമ്പറ്റീറ്ററെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്ലാൻസിനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ പോളിസി എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ സ്ഥാപനത്തിനകത്ത് പാലിക്കേണ്ട പോളിസി നയങ്ങളെയാണ്, ജനറൽ ഗൈഡിനെയാണെന്ന് പറയുന്നത്. ദെൻ പ്രൊസീജിയർ, അതിൻ്റെ ഒരു റുട്ടീൻ പ്രൊസീജിയർ ഉണ്ട്. ഓരോ ആക്ടിവിറ്റി 1 by 1 ആയിട്ട് ആ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുക. 1 കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് അങ്ങനെ ആ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നു. ദെൻ മെത്തേഡ്,
മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവുന്നു. അതിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദെൻ റൂൾസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെ അതിനാണ് റൂൾസ് എന്ന് പറയുക. ദെൻ നോ സ്മോക്കിംഗ് ഇൻ ദി ഫാക്ടറി പ്രിമൈസസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിനൊക്കെയാണ് റൂൾ എന്ന് പറയുന്നത്. ദെൻ ബജറ്റ് ഇറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ന്യൂമറിക്കൽ ടേംസിലുള്ള പ്ലാൻ എന്താ പറയുന്നത് ബജറ്റാണ്. നമുക്ക് ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതിലൊക്കെ ക്വാളിറ്റേറ്റീവ് ആണ്, എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ബജറ്റാണ് പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി നമുക്ക് നടപ്പിൽ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത്രയാണ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദെൻ അത് കഴിഞ്ഞാൽ ഓർഗനൈസിങ് ആണ് അടുത്ത ചാപ്റ്റർ. ഓർഗനൈസിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, നിങ്ങൾ ഓർത്തു വെക്കുക. ഓർഗനൈസിങ്ങിൽ നമുക്ക് പറയാനുള്ളത് ഓർഗനൈസിങ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്, ബെനഫിറ്റ്സ് ടു സ്പെഷ്യലൈസേഷൻ, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അഡാപ്റ്റീവ് ടു ചേഞ്ച്, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, ദെൻ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറുമാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ രണ്ടെണ്ണം എന്ന് പറയുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ ഫങ്ഷൻ്റെ ബേസിൽ ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മാനേജിംഗ് ഡയറക്ടർ താഴെ പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഫിനാൻസ് മാനേജർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ അക്കൗണ്ട്സ് മാനേജർ, ഇങ്ങനെ ഡിഫറെൻറ്റ് മാനേജേഴ്സാണ്. ഫങ്ഷൻ്റെ ബേസിൽ സ്ഥാപനത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ടി സി കമ്പനിയുടെ ഓരോ തരത്തിലുള്ള പ്രോഡക്റ്റ്, ഇപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജ്, നമ്മൾ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ഡിവിഷനാണ്. നമ്മുടെ ഫുഡ് ആൻഡ് ബിവറേജ് ടൊബാക്കോ അവരുടെ അടുത്തൊരു ഡിവിഷനാണ്. പിന്നെ അവരുടെ നോട്ട്ബുക്സ് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ വേറൊരു ഡിവിഷനാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിവിഷനായിട്ട് ബിസിനസ്സിനെ ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ട്രക്ചർ ആക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഓരോ ഡിവിഷന് കീഴിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ ഉണ്ടാകുന്നു. പർച്ചേസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, ഓരോ ഫംഗ്ഷന് കീഴിലും ഉണ്ടാകുന്നു. ഇനി അവിടെ ഓർത്തു വെക്കേണ്ടത് ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജും ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജും, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസും ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ അടുത്ത നമുക്ക് പറയാനുള്ളത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് informal organization. Formal organization refers to the organization structure which is designed by the management to accomplish a particular task. It specifies clearly the boundaries of authority and responsibility, and there is a systematic coordination among the various activities to achieve organization goals. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മനഃപൂർവ്വമായിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സംഘടനയെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡബിൾ ആയ, പരസ്പര സൗഹൃദപരമായതിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാവുന്ന ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ രൂപപ്പെട്ടു വരുന്നതിന് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിത്തിൻ ദി ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ അകത്ത് ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്ത് വരുന്ന സ്ഥാപനങ്ങളെയാണ് അല്ലെങ്കിൽ സംഘടനകളെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക അതിൻ്റെ മെറിറ്റ്സും അതിൻ്റെ അഡ്വാൻറ്റേജും. അതുപോലെ തന്നെ അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അത് രണ്ടും തമ്മിൽ ഡിഫറൻസും പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ഡൗൺവാർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു എ സബോർഡിനേറ്റ്. ഒരു സുപ്പീരിയർ തൻ്റെ സബോർഡിനേറ്റിന് അയാളുടെ അതോറിറ്റിയുടെ ഒരു ഭാഗം നൽകുന്നത് ഡൗൺവാർഡ് ട്രാൻസ്ഫറിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ 3 അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ട്രസ്റ്റാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഒരു ഫിനാൻസ് മാനേജർ എത്ര എമൗണ്ട് വരെയുള്ള 1 crore വരെയുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ്യറെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. അത് വരെ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൽ പ്രധാനമായിട്ടും അതോറിറ്റി സുപ്പീരിയർ സബോർഡിനേറ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത് അയാളുടെ അതോറിറ്റിയാണ്. അത് തിരിച്ചു ചെയ്യൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി. ദെൻ അക്കൗണ്ടബിലിറ്റി, എത്രയാണ്, ഹൗ മെഷർ, ആ ടാസ്കിൻ്റെ ഇതിന് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. 3 ഓർത്ത് വെക്കുക. ദെൻ ഡീസെൻട്രലൈസേഷനാണ് അടുത്തത് പറയാനുള്ളത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഡിസിഷൻ മേക്കിങ്ങിൽ മാത്രം എന്ത് ചെയ്യുന്നു,
സബോർഡിനേറ്റ്സിനെ ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ അവിടെയും ഓർത്തു വെക്കേണ്ട കാര്യം ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്തു വെക്കുക. ദെൻ അടുത്തതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല, കൃത്യമായിട്ട് സമയം 6:15 നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രധാനമായിട്ടും നമുക്കറിയാം, ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 2 ടൈപ്പാണ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് 5 കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇങ്ങനെയുള്ള 5 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് പറയുന്നു. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സാണ് നടക്കുന്നത്. ഷെയറോ ഡിബഞ്ചറുകളൊക്കെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയറുകളും ഡിബഞ്ചറുകളൊക്കെ ട്രേഡ് ചെയ്യാനുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി മാർക്കറ്റിൽ അവിടെ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ നടക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നു. ദെൻ ഇതിൽ സെക്കൻഡറി മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് അതിനു വേണ്ടിയിട്ട് ഇന്ന് നിലവിലുള്ള മെക്കാനിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ BSE NSE പറയുന്നു, OTCI പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നുണ്ട്, സെറ്റിൽമെൻറ്റ് സിസ്റ്റം പറയുന്നുണ്ട്. ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക്. ദെൻ പ്രൈമറി മാർക്കറ്റിലെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നു. ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, EIPOs, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പറയുന്നു. അവിടെ ഓർത്തു വെക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർത്തു വെക്കുക. ദെൻ അവിടെ ലാസ്റ്റ് ഈ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഓതറൈസ്ഡ് ബോഡിയാണ് സെബി എന്ന് പറയുന്നത്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയെക്കുറിച്ചുള്ള അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ അവിടെ 3 റെഗുലേറ്ററി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, ഒരു ഫങ്ഷൻ കൂടെ റെഗുലേറ്ററി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. ഈ 3 ഫങ്ഷൻസും ഓർത്ത് വെക്കുക. സെബിയെക്കുറിച്ച് ചിലപ്പോൾ 5 മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ദെൻ അവിടെ ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്, ഡെപ്പോസിറ്ററി എന്താണ്, ഒക്കെ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം എന്താണ്, അതിൻ്റെ T+2നെയാണ് നമ്മൾ T+2 ഡേയ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ട്രേഡിംഗ് നടന്നതിന് ശേഷം 2 ദിവസത്തിനുള്ളിലാണ് ട്രേഡിംഗ് നടത്താനുള്ളത്. T+2 ഡേയ്സ് ആണ് അവിടുത്തെ സെറ്റിൽമെൻറ്റ് ഇത് പറയുന്നത്. ദെൻ അവിടെ കുറച്ച് CSDL, NSDL, നാസ്ഡാക്ക് ഇങ്ങനെ കുറച്ച് ടേംസ് അബ്രിവേഷൻസ് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ഓർത്ത് വെക്കുക. BSEയുടെ NSEയുടെ ഒക്കെ ഇയറുകൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ്. ദെൻ അടുത്തത് 2-3 ചാപ്റ്റർ കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം, നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ്. വളരെ സിമ്പിളാണ്. ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ സോഷ്യൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ, ഈ 5 എൻവയോൺമെൻറ്റുകളാണ്. അവിടെ ഓരോന്നിനെയും ബാധിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. ഓരോ എൻവയോൺമെൻറ്റിലെയും ഇൻഡിക്കേറ്റേഴ്സിനെ, അപ്പോൾ ചിലപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ട് ഇത് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അവിടെ ഇന്ത്യൻ എക്കണോമിക് റിഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അവിടെ 1991 എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പറയുന്നുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കുക. എക്കണോമിക് പോളിസി, ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന എക്കണോമിക് പോളിസി, അതിൻ്റെ ഇമ്പാക്ട്സ്, ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്ട്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ അതിന് ശേഷം കൺട്രോളിങ് ചാപ്റ്റർ പറയുന്നുണ്ട്. കൺട്രോളിങ് ചാപ്റ്ററിലും പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. പ്ലാനിങ്, ലുക്കിംഗ് ഫോർവേഡും കൺട്രോളിങ് എന്ന് പറയുന്നത് ലുക്കിംഗ് ബാക്ക്വാണ്. ആ ഒരു ടേം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അവിടെ കൺട്രോളിങ് ടെക്നിക്സ് പറയുന്നുണ്ട്, മോഡേൺ ടെക്നിക്കും ട്രഡീഷണൽ ടെക്നിക്കും. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ലാസ്റ്റ് 2 ചാപ്റ്ററാണ്. ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷനും എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും. അതൊന്ന് 2 കൂടെ ആയിട്ട് മാക്സിമം 7 മാർക്കിന് വരെയൊക്കെയുള്ള ചോദ്യങ്ങളെ കാണാറുള്ളൂ. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്. കൺസ്യൂമർ റൈറ്റ്സ്, റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെയാണ്. കൺസ്യൂമർ റൈറ്റ്സ്, റൈറ്റ് ടു ഒരു കൺസ്യൂമറുടെ റൈറ്റുകൾ 6 റൈറ്റുകളോട് പറയുന്നുണ്ട്. ദെൻ റിഡ്രസൽ ഏജൻസി, ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, സുപ്രീം കോർട്ട്, ഇങ്ങനെ 4 റിഡ്രസൽ ഏജൻസികളാണ്. എത്രയൊക്കെ കേസ്, ഏതുവരെയുള്ള കേസുകളാണ് ഏതൊക്കെ ഫോറങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏജൻസികളിലാണ് പോകേണ്ടത് എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട NGOs ഏതൊക്കെയാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ലാസ്റ്റ് ചാപ്റ്ററിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പറയുന്നു. ഒരു എൻ്റർപ്രണർ ആരായിരിക്കണം, അല്ലെങ്കിൽ ഹു ഈസ് ആൻ എൻ്റർപ്രണറുടെ ക്വാളിറ്റീസ്,
ദെൻ റോൾ ഓഫ് എൻ്റർപ്രണർ ഇൻ ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു ഓർഡർ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റിംഗ്, ഡയറക്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്റ്റാഫിംഗ്. ഇവിടെ നിന്ന് ഏകദേശം ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ട് പകുതി മാർക്കിന് 80 മാർക്കിൻ്റെ ടോട്ടൽ പരീക്ഷയിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ 4 ചാപ്റ്ററിൽ നിന്നുണ്ടാവും. ദെൻ അടുത്ത 5 ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിംഗ്, ഓർഗനൈസിങ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 25 മുതൽ 30 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏകദേശം നിങ്ങൾക്ക് A+ റേഞ്ചിലേക്ക് എത്താൻ ഇത്രയും ചാപ്റ്റേഴ്സ് മതി. ദെൻ ലാസ്റ്റ് പറഞ്ഞ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ്, കൺട്രോളിങ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ട് ഏകദേശം ഒരു 15 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസുമാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തണം. ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ച പോലെ ഒഴിവാണല്ലോ, പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വെറുതെ കിട്ടുന്ന സമയം പോകരുത്. ഇനി നോമ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് പകൽ നോമ്പ് നോറ്റ ക്ഷീണവും രാത്രി നോമ്പ് തുറന്ന ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ പഠനം നടക്കാൻ സാധ്യതയില്ല. ഈ ലോക്ക്ഡൗൺ മെയ് 3 കഴിഞ്ഞാൽ എന്നാണ് എക്സാം നോട്ടിഫൈ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ സിസ്റ്റവും നേരത്തെ സെറ്റാണ്. ആകെ ഡേറ്റ് മാത്രമേ വരാനുള്ളൂ. വേറെ ഒരു ഡിലേയും അവിടെ നടക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം. കുറച്ചൊക്കെ നിങ്ങളുടെ മടി മാറ്റി വെച്ചിട്ട് പബ്ജിയിൽ നിന്നും ഡ്രീംസ് ലീഗിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ചാപ്റ്ററെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നിങ്ങൾ വിജയിക്കും, യാതൊരു സംശയവുമില്ല. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റഡി അറ്റ് ഹോം. താങ്ക് യു ഓൾ. പ്രിയമുള്ളവരെ, നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് പ്രിയപ്പെട്ട അധ്യാപകൻ കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മൾ നാളെ സൈക്കോളജിയാണ് +2 വിഷയത്തിൽ. പ്രിയപ്പെട്ട ഷാഫി സാറാണ് നാളെ, ഷാഫി കളത്തിങ്ങിലാണ് നാളെ നമ്മൾക്ക് ക്ലാസ് എടുക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്, 3 ദിവസത്തെ ക്ലാസ്സോടുകൂടി നമ്മളെ ഇത് അവസാനിക്കും ക്ലാസ്സുകൾ. നിങ്ങൾ ഇതൊക്കെ വീണ്ടും കാണണമെങ്കിൽ MSF മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി എന്ന ഫേസ്ബുക്ക് പേജിലോ MSF മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ യൂട്യൂബ് ചാനലിലോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം നല്ല വിദ്യാഭ്യാസ പദ്ധതികളുമായിട്ടാണ് MSF എന്ന വിദ്യാർത്ഥി സംഘടന നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വരും നാളുകളിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഈ സംഘടനയ്ക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റഡി അറ്റ് ഹോം. കൊറോണ കാലത്ത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ കൃത്യമായി ചാർട്ട് ചെയ്തുകൊണ്ട് ഏകദേശം ഇനി നടക്കാനുള്ള SSLCയുടെയും +1ൻ്റെയും +2ൻ്റെയും പരീക്ഷകളുടെ കൃത്യമായി ചാർട്ട് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ സജ്ജീകരിച്ച് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്നതിലെ ഏറ്റവും നല്ല പ്രഗത്ഭരായ അധ്യാപകരെ വെച്ചുകൊണ്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുമായി സഹകരിക്കുന്ന എല്ലാ അധ്യാപകരെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു, നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇവിടെ ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട സർഫു, അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ
പ്രിയപ്പെട്ട അധ്യാപകനുമായി ബന്ധപ്പെടാം. അദ്ദേഹം നമ്മുടെ മലപ്പുറത്തെ വെള്ളാമ്പുറമുള്ള MIC അത്താണിക്കലിലെ അവിടുത്തെ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഇന്ന് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേട്ടു, അതൊക്കെ ഗ്രഹിച്ച നിങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അധ്യാപകന് ഇവിടെ അറിയിക്കുകയാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നാളെ സോഷ്യോളജിയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറാവുക. നാളെ വൈകുന്നേരം 4 മണിക്ക് ഇൻഷാ അല്ലാ നാളെ പ്രിയപ്പെട്ട ഷാഫി കളത്തിങ്കൽ സാറിൻ്റെ ക്ലാസ് നടക്കും. നിങ്ങളേവരെയും മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നാളെ 4 മണി വരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജയ് ഹിന്ദ്.